الحمد لله الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله الله رحمة للعالمين الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا وقلت حيلتنا أدركنا يا حبيب الله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا وقلت حيلتنا أدركنا يا حبيب الله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا وقلت حيلتنا أدركنا يا حبيب الله أعوذ بالله السميع العليم من الشيطان الرجيم ولا ينفقون نفقة صغيرة ولا كبيرة ولا يقطعون واديا إلا كتب لهم ليجزيهم الله أحسن ما كانوا يعملون قال الله عز وجل قال الله عز وجل ൊക്കെ പറഞ്ഞ വായത്തിന്റെ കാലം കഴിഞ്ഞു പോയി. പിന്നെ സാഹസിനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പഴയ കാലത്ത് ആമി ഉസ്താന്റെ വയലൊക്കെ കേട്ടൊക്കെ നിങ്ങള് മുഹമ്മദീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ കാലല്ലാഹു അസ്സ വജല്ലൊക്കെ പറഞ്ഞ വയലിന്റെ കാലം ഉണ്ടായില്ലേ? അത് കഴിഞ്ഞോ? ഇനിയിപ്പോ നിങ്ങള് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കാലല്ലാഹു അസ്സ വജല്ല പറഞ്ഞിട്ട് നിങ്ങള് തസ്ബീഹ് അല്ലാത്ത നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാ ഞാൻ പറഞ്ഞത്. കാരണം ഇത് കേട്ട് പരിചയം വേണ്ടേ? ഉണ്ടായിനി ഒരു 10-40 കൊല്ലം മുമ്പ്. ഇന്ന് വയല് തുടങ്ങുന്ന അമേരിക്കത്തെ കഥയും പറഞ്ഞാണ്ടാണ്. അല്ലാഹു നല്ല ബോധം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പരിശുദ്ധമായ സംഗമത്തിന്റെ സ്വാഗതം അരുളിയ സുഹൃത്ത്, അതുപോലെ തന്നെ ഈ മദ്രസയുടെ സെക്രട്ടറി കൂടിയായ ജാഫർ സാഹിബ്, അതുപോലെ സലാഹുദ്ദീൻ എന്നവര്, അതുപോലെ പ്രസിഡന്റ്, ഇവിടുത്തെ സദർ ഉസ്താദ് കൂടിയായ ബഹുമാനപ്പെട്ട ജാഫർ ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ,
എനിക്കറിയുന്നവരും അറിയാത്തവരുമായ സ്റ്റേജിൽ സന്നിഹിതരായ ഉലമാക്കളെ, ഈ സംഗമത്തിന്റെ പ്രൗഢമായ സംഗമത്തിന് ഉദ്ഘാടന ഭാഷണം അരുളിയ പ്രിയപ്പെട്ട സ്നേഹിതൻ അബുഹാജി പൈക്കാട്ട്, അതുപോലെ സദസ്യരായ സഹോദരന്മാർ സഹോദരിമാർ, അല്ലാഹു തആല സംഗമത്തെ കബൂലാക്കുമാറാകട്ടെ. സുദീർഘമായ ഒരു വഅദ് ഞാൻ നടത്തുകയില്ല. അല്പസ്വല്പ കാര്യങ്ങൾ പറഞ്ഞ് ഞാനിവിടെ ഈ മദ്രസയുടെ പുതിയ ക്ലാസിന്റെ ഉദ്ഘാടനം, ആ ക്ലാസ്സിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ആ കാര്യത്തിൽ പങ്കെടുത്ത സമയത്ത് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പറഞ്ഞത് 4 ക്ലാസ് വരെ അല്ലെ, ഈ വർഷം 1 മുതൽ 4 ക്ലാസ് വരെ, ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ സ്മാർട്ട് ക്ലാസ് ആക്കണമെന്നാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനം. അൽഹംദുലില്ലാഹ്, വിദൂരമല്ലാത്ത ഭാവിയിൽ നമുക്ക് 1 മുതൽ 10 ക്ലാസുകളൊക്കെ ഇൻഷാ അല്ലാഹ് സ്മാർട്ട് റൂം ആക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ മദ്രസ, ഇങ്ങനത്തെ ഒരു മദ്രസ നമ്മൾ കീശ റേഞ്ചിൽ ഓടി ഉണ്ടാവും. നമ്മൾ മാത്രമായിട്ട് പറയട്ടെ, നമ്മൾ ഈ റേഞ്ച് ചോദിച്ചാലേ ഇങ്ങനത്തെ ഒരു മദ്രസ, ഞാൻ വെളുത്തോട്ട് നിൽക്കുന്ന സമയത്ത് വയലിന് വേണ്ടി വന്നപ്പോ തന്നെ ഞാൻ വയലറുമ്പോണ്ട് കണ്ണുക്കൊരു കുറുമ്പ് ചാടി. അപ്പൊ ഞാൻ തിരുമ്പിയപ്പോ അപ്പുറത്ത് കണ്ണുക്കും ചാടി. പിന്നെ നോക്കിയപ്പോ ഡ്രസ്സും കൂടെ ഒന്നായിട്ട് ചാടി. അപ്പൊ എലി വായാൻ തോന്നുന്നു. അപ്പൊ ഞാൻ അപ്പുറത്തേക്ക് മാറിയിരുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ മദ്രസയ്ക്കൊന്ന് ദമ്മാക്കി കൊണ്ടുവരണം. കാരണം വയസ്സായ ആൾക്കാരൊക്കെ ചെറുപ്പക്കാരാകാൻ ആഗ്രഹിക്കുന്ന ഒരു കാലമാണ്. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. കുട്ടിയാൾക്ക് പൂതിയക്കാരെന്ത്, അനക്കത്ര വയസ്സ് വെക്കുമ്പോ ഓനേക്കാൾ ഒരു വയസ്സ് പറയാൻ പൂതിയക്കാരൻ. ഇപ്പൊ നമ്മള് കുട്ടിയായ കാലത്ത് ചോദിച്ചു അനക്കത്ര വയസ്സ് വെച്ചുമ്പോ അനക്കത്ര വയസ്സ് വെച്ചു, ഓന് 8 വയസ്സാണ്, എനിക്ക് 10 വയസ്സാണ്, എനിക്ക് 6 വയസ്സേക്കാരുണ്ടാകുക. എന്നാലോ അന്തം വെച്ചൊരു കാലത്തിന് ശേഷം വയസ്സ് ചോദിച്ചാല് താഴേക്ക് പറയാനേക്കാൾ എല്ലാവർക്കും പോകും. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ വയസ്സ് പറയില്ല. അപ്പൊ നമ്മളെ പെരയും കുടിയും അതേമാതിരി നമ്മുടെ സംരംഭങ്ങളൊക്കെ നല്ല ചൊറുക്കൽ കൊണ്ടെടുക്കുമ്പോൾ നമ്മളെല്ലാവരെയും നമ്മളാക്കിയ ഈ പരിശുദ്ധമായ മലർവാടി വിദ്യാഭ്യാസത്തിന്റെ നമ്മുടെ ഉമ്മയാണിത്. ഇൻഷാ അല്ലാഹ് അത് നല്ല മട്ടത്തിൽ കൊണ്ടുവരണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അബൂഹാജിയുടെ ആ വാക്ക് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. വിദൂരമല്ലാത്തൊരു ഭാവിയിൽ തന്നെ ഇതൊക്കെ ഒന്ന് ഇന്റർലോക്ക് ഒക്കെ ചെയ്ത് നല്ലൊരു മട്ടത്തിലും ചേലുമായി ഇൻഷാ അല്ലാഹ് അടുത്തൊരു വർഷമാകുമ്പോഴേക്ക് നമുക്ക് അതിന് നല്ല തീരുമാനത്തിലേക്ക് എത്തണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഉറക്കാമയും പറയും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു പേടിയും ആരും പേടിച്ചിട്ടില്ല. കാരണം നമ്മുടെ നേരെ അപ്പുറത്തുള്ള പേങ്ങാട്ടുപ്രായ മദ്രസ 3-4 കൊല്ലമായിട്ട് ഞാൻ അങ്ങോട്ട് വഅദിന് പോകുന്ന മനുഷ്യനാണ്. ആ ഓരോ വഅദിന് പോകുന്ന സമയത്തും ആ മദ്രസിന് ഓരോരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഒഴിവുണ്ടാകുമ്പോൾ പോയാൽ മതി. ആ വളവിൽ പോകുമ്പോൾ എന്ത് സുന്ദരമായ രീതിയിലാണ് ആ നാട്ടുകാർ പണി കഴിപ്പിച്ചത്. നമുക്ക് അനുഭവമാണ്. അത് ഇത്ര വലിയ സദസ്സൊന്നും ഉണ്ടാവില്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രം കൂട്ടാ അങ്ങ് തട്ടിക്കൂട്ടാൻ തീരുമാനമാക്കി ഒരു കൊല്ലത്തിലുള്ള എല്ലാ പരിപാടികളും നടക്കുകയും ചെയ്യും. ഞാൻ അപ്പൊ അങ്ങനെ വലിയ സംഭവം നാക്കോടെ ഉദ്ദേശിക്കണമെന്നില്ല. ഞാൻ എന്നിൽ ഏൽപ്പിക്കപ്പെട്ട 1-2 കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ച കാര്യങ്ങൾ സംസാരിച്ചു. ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേദി വിട്ട് നിങ്ങൾക്ക് പാട്ടോ പ്രസംഗമോ എന്തൊക്കെ അവതരിപ്പിക്കാണ്ട് കാരണം അതിലേക്ക് ഞാൻ വഴിമാറും. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരികിലേക്ക് ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്ന് പറയുന്ന ഒരു സന്ദർഭം, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നല്ലാഹ യഖറഉക സലാം, നബിയെ നിങ്ങളോട് അല്ലാഹു തആല സലാം പറയുന്നുണ്ട്. നബിയെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളോട് മഹാനായ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, അല്ലാഹു തആല നിങ്ങളോട് സലാം പറയുന്നുണ്ട് നബിയെ. മാത്രമല്ല
ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങയോട് ചോദിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ കാര്യമെന്നറിയോ? യാ റസൂലല്ലാഹ്, أتحب أن نجعل لك هذه الجبال ذهبا? വല്ലാത്തൊരു ചോദ്യമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ജബൽ അബീ ഖുബൈസ് പോലത്തെ പർവ്വതമുണ്ടല്ലോ നബിയേ, അതുഹിബ്ബു അൻ അജ്അല ലക ഹാദിഹിൽ ജിബാല ദഹബാ, ഈ കാണുന്ന പർവ്വതം മുഴുവനും സ്വർണമാക്കി തരട്ടെയോ നബിയേ, അത് അങ്ങേക്ക് താല്പര്യമുണ്ട് നബിയേ എന്ന് അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്. യാ റസൂലല്ലാഹ്, ആ ചോദ്യം നമ്മളോട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചെങ്കിൽ നമ്മൾ എന്താ മറുപടി അറിയാ? പായന്റെ സ്ഥലത്തൊക്കെ നമ്മൾ പായും. أتحب أن نجعل لك هذه الجبال ذهبا? നബിയേ, ഈ കാണുന്ന പർവ്വതം മുഴുവനും അങ്ങേക്ക് ഞാൻ സ്വർണമാക്കി തരട്ടെയോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നും മറുപടി പറഞ്ഞില്ല. കുറച്ചു സമയം നബി തങ്ങൾ മൗനം പാലിച്ചതിന്റെ ശേഷം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യാ ജിബ്രീൽ, ഇന്ന ദുനിയാ ദാറു മല്ലാ ദാറ ലഹു വമാലു മല്ലാ മാല ലഹു ഖദ് യജ്മഉഹാ മല്ലാ അഖ്ല ലഹു യഅലമു ഉമ്മത മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയേ, ഈ പർവ്വതം മുഴുവനും അങ്ങേക്ക് ഞാൻ സ്വർണമാക്കി തരട്ടെയോ എന്ന് ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നബി തങ്ങൾ പറയുന്നത് 3 കാര്യമാണ്. യാ ജിബ്രീൽ, ജിബ്രീലേ, ഇന്ന ദുനിയാ ദാറു മല്ലാ ദാറ ലഹു വമാലു മല്ലാ മാല ലഹു ഖദ് യജ്മഉഹാ മല്ലാ അഖ്ല ലഹു. മഹാനായ ഹബീബുനാ മുഹമ്മദിനിൽ മുസ്തഫ. ഇന്ന ദുനിയാ, ദുനിയാവെന്ന് പറഞ്ഞാൽ ദാറു മല്ലാ ദാറ ലഹു, വീടില്ലാത്തവന്റെ വീടാണ് ദുനിയാവ്. എന്താ പ്രയോഗം? വീടെന്ന് പറഞ്ഞാൽ ആഖിറമാകുന്ന വീടുണ്ടല്ലോ, മുഅ്മിനീങ്ങൾ പോയി കിടക്കേണ്ട സ്വർഗമാകുന്ന ഭവനമുണ്ടല്ലോ, അത് വേണമെന്നുള്ള ചിന്തയില്ലാത്തവന്റെ കേവലം ഒരു ഗേഹം മാത്രമാണ് ദുനിയാവ്. വമാലു മല്ലാ മാല ലഹു, സമ്പത്തില്ലാത്തവന്റെ സമ്പത്താണ് ദുനിയാവ്. ഖദ് യജ്മഉഹാ മല്ലാ അഖ്ല ലഹു, ബുദ്ധിയില്ലാത്തവനാണ് ദുനിയാവിന്റെ പിന്നാലെ ഓടുക എന്ന് റൂഹേ ഫിദാ നബി മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ അർത്ഥം എന്താ? ദുനിയാവ് വേണ്ടാന്നോ? അങ്ങനെയില്ല. ദുനിയാവ് വേണ്ട എന്നല്ല, ദുനിയാവ് വേണം. നല്ല പൈസ വേണം, സമ്പന്നനാകണം. ഇന്ന് ലോകത്തിലെങ്ങാനും സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ റളിയല്ലാഹു അൻഹു, ലോകത്തിൽ 1 നമ്പർ കോടീശ്വരനത് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല തങ്ങളായിരിക്കും. ഞാൻ ഉസ്മാൻ തങ്ങളെ ചരിത്ര പഠനവുമായി ബന്ധപ്പെട്ട ഗവേഷണം നടത്തിയപ്പോൾ എനിക്ക് ബോധ്യമായത്, 3 വർഷം മുമ്പ് എനിക്ക് ബോധ്യപ്പെട്ട സംഗതിയാണ്. ആ 3 വർഷം മുമ്പ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ സമ്പത്തിൽ എനിക്ക് ലഭിച്ച കണക്ക് പ്രകാരം 9,000 കോടി ചെലവ് ആസ്തി ഉള്ളവരായിരുന്നു സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. 9,000 കോടി. അതിങ്ങനെ പിന്നെ കൺവേർട്ട് ചെയ്ത് ഇനിയും കൂടി പോകും. ചെറിയ പരിമിതമായ ആ പഠനം എന്റെ ഉസ്താദ്മാരുടെ മുമ്പിൽ സമർപ്പിച്ചപ്പോ അവര് പറഞ്ഞത് ഇത് 10% ആയിട്ടില്ല, 10% ആയിട്ടില്ല, ബാക്കി 90 കടപ്പാണ്. എന്നിട്ടും 9,000 കോടിയോളം ആസ്തി ഉണ്ടെങ്കിൽ ആ
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത് വലികുല്ലി നബിയ്യിൻ റഫീഖുൻ ഫിൽ ജന്ന വറഫീഖി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. മഹാനായ ഹബീബുനാ മുഹമ്മദുൽ മുസ്തഫ. ഓരോ പ്രവാചകന്മാർക്കും അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഓരോ കൂട്ടുകാരെ സംവിധാനിച്ചിട്ടുണ്ട്. എന്റെ സ്വർഗ്ഗത്തിലെ കൂട്ടുകാരൻ അതെന്റെ ഉസ്മാനാണെന്ന് മഹാനായ ഹബീബുനാ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ സമ്പന്നനല്ലേ മഹാനായ സയ്യിദുന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. വലിയ സമ്പന്നനാണ്. സമ്പന്നൻ എന്ന് പറഞ്ഞാൽ എണ്ണിയാൽ തീരാത്തത്രത്തോളം ആസ്തിയുള്ള സമ്പന്നനായിരുന്നു സയ്യിദുന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. ഇവർ രണ്ടുപേരും സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മഹാനാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ദുനിയാവ് വേണ്ട എന്നല്ല. പരിശുദ്ധമായ റബീഉൽ ആഖിർ മാസമാണ്, 12ന്റെ രാവാണ്. മഹാനായ ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ വഫാത്തായത് ഇന്നലത്തെ രാവിലായിരുന്നു. ഗൗസുൽ ആലം തങ്ങൾ പറയുന്നുണ്ട്, നിന്നിൽ സമ്പത്തുണ്ടാകൽ ഹലാലാണ്, വഫീ ജൈബിക ഹലാൽ. നിന്റെ കീശയിൽ സമ്പത്തുണ്ടാകാൻ പറ്റും, കുഴപ്പമില്ല. അക്കൗണ്ടിൽ പൈസ ഉണ്ട്, കുഴപ്പമില്ല. അലമാറയിലും ലോക്കറിലുമെല്ലാം സമ്പത്തുണ്ട്. ഒരുപാട് ഭൂമിയുണ്ട്, ബിൽഡിങ്ങുകളുണ്ട്, കുഴപ്പമില്ല, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ വഫീ ഖൽബിക ഫലാ, ഹൃദയത്തിൽ സമ്പത്ത് വേണ്ട. യുലമു ഉമ്മത്ത് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കീശയിൽ പറ്റും, അക്കൗണ്ടിൽ പറ്റും, ആലമാറയിൽ പറ്റും, ഭൂമിയായിട്ട് പറ്റും, ബിൽഡിംഗ് ആയി പറ്റും. അതിനുവേണ്ടി അധ്വാനിക്കാനും പറ്റും. വഫീ ഖൽബിക ഫലാ, അതിനും വേണ്ടി ജീവിക്കരുത്, അതിനും വേണ്ടിയിട്ട് ജീവിക്കരുത്, അത് പ്രശ്നാണ്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഖദ് യജ്മഉഹാ മല്ലാ അഖ്ല ലഹു. അല്ലാഹുവേ, ഹലാലായ സമ്പാദ്യം സമ്പാദിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ആവശ്യത്തിന് മുമ്പ്, ഞങ്ങൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഗതികേടിനെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് കടക്കാർ ഒരു പക്ഷേ മജ്‌ലിസിലുണ്ടാകാം. ജീവിതത്തിന്റെ വല്ലാത്ത പ്രയാസ ഘട്ടങ്ങളിൽ വാങ്ങിയതായിരിക്കാം റബ്ബേ. അത് വീട്ടാനുള്ള മാർഗങ്ങൾ നീ എളുപ്പമാക്കി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരാൾക്കിടയിൽ ഞങ്ങൾ അഭിമാനം ക്ഷതമേൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. എന്നോട് ഒരിക്കൽ വന്ന് പറഞ്ഞു, ഉസ്താദേ, ഞാൻ എപ്പോഴും അല്ലാഹുവിന് വേണ്ടി എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോൽക്കുന്നവനാണ്. എന്റെ ഓർമ്മ വെച്ചത് മുതൽ ഇതുവരെ ഞാൻ തഹജ്ജുദ് ഒഴിവാക്കിയിട്ടില്ല. വിത്ർ ഞാൻ കഴിയുന്നത് 11 നിസ്കരിക്കാറുണ്ട്, ചുരുങ്ങിയത് 3 നിസ്കരിക്കാറുണ്ട്. പക്ഷെ എന്റെ വീട്ടിലെ പട്ടിണി ഇതുവരെ മാറിയിട്ടില്ല. പരമാവധി അല്ലാഹുവിന് വേണ്ട നന്മകൾ ഞാൻ ചെയ്തിട്ട് എന്തേ എനിക്ക് അല്ലാഹു തആല ഒന്നും തരാത്തത്? മകളെ കല്യാണം കഴിഞ്ഞതിന്റെ 6 ലക്ഷം ഇപ്പോഴും കടമായിട്ടുണ്ട്. അടുത്ത മകൾ +2 കല്യാണമാകാനായി 6 ലക്ഷം കടായിട്ടുണ്ട്. ഇനി ഓളെ കെട്ടിക്കണമെങ്കിൽ അടുത്ത കടം വാങ്ങണം. അത് വാങ്ങിയാൽ തന്നെ മരണത്തിന് മുമ്പ് വീട്ടാൻ കഴിയുമോ എന്നറിയൂല. കടക്കാര് ചോദിക്കുമ്പോ റോൾ ചെയ്യുകയാണ്. വീടിനില്ല. ആ സമയത്ത് ഈ മഹല്ലാരനല്ല, മറ്റൊരു സ്ഥലത്ത് ഏകദേശം വടകര ഭാഗത്തിന് ആ വാതിന് വേണ്ടി പോയപ്പോൾ അവിടെ എന്നോട് പറഞ്ഞതാണ്, എന്നാൽ എന്റെ നേരെ അപ്പുറത്തിൽ അയൽക്കാരനുണ്ട്, ഒരു പൈസ പോലും മദ്രസിന് കൊടുക്കാത്തവനാണ്, പള്ളിക്ക് വേണ്ടി കൊടുക്കാത്തവനാണ്, ദീനീ സംവിധാനങ്ങൾക്ക് സഹായിക്കാത്തവനാണ്, പാർട്ടി വച്ച് വലിയ ആഭാസങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ എല്ലാത്തിനും മുന്നിറങ്ങുന്ന മനുഷ്യനാണ്. അയാൾക്ക് യഥേഷ്ടമുണ്ടല്ലോ.
ഞാൻ കുറെ വേണമെന്ന് പറയുന്നില്ല, എനിക്ക് അത്യാവശ്യത്തിന് മാത്രമൊന്നുമില്ല, ഒന്ന് ദുആ ചെയ്യോ. ആ സമയത്ത് ആ സഹോദരനോട് ഞാൻ പറഞ്ഞ മറുപടി, അയാളെ സമ്പത്ത് പോകാനും യഥേഷ്ടം സമ്പത്ത് ലഭിക്കാനും ഞാൻ ദുആ ചെയ്യില്ല. ഒരു കാര്യം ഞാൻ ദുആ ചെയ്യാം, കടങ്ങൾ വേടിപ്പോകാൻ ഞാൻ ദുആ ചെയ്യാം, അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കാനും വേണ്ടി ദുആ ചെയ്യാം. എന്നിട്ട് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞ കാര്യമുണ്ട്. മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസാണത്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, നമ്മുടെ ജീവിതത്തിന്റെ പ്രാരാബ്ധ ഘട്ടങ്ങളില് നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട ഹദീസാണിത്. മഹാനായ ഹബീബുനാ മുഹമ്മദിനിൽ മുസ്തഫ, മഹാനായ ഹബീബുനാ മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ റഅയ്തല്ലാഹ അസ്സ വജല്ല യുഅതിൽ അബ്ദ മിനദ് ദുനിയാ على معاصيه ما يحب فإنما هو استدراج يعلم أمة محمد المصطفى صلى الله عليه وسلم. അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഹദീസ്, ഇദാ റഅയ്തല്ലാഹ അസ്സ വജല്ല യുഅതിൽ അബ്ദ മിനദ് ദുനിയാ അലാ മആസിഹി, ദുനിയാവിലൂടെ തമ്മാടിയായി നടക്കുന്ന മനുഷ്യൻ, എപ്പോഴും തെറ്റുമാത്രം ചെയ്ത് നടക്കുന്ന മനുഷ്യന് അല്ലാഹു തആല വാരിക്കോരി കൊടുക്കുന്നതിനെ കണ്ടാൽ, വാരിക്കോരി യഥേഷ്ടം കൊടുക്കുന്നതിനെ കണ്ടാൽ, മാ യുഹിബ്ബ്, അദ്ദേഹം എന്തൊക്കെയാണോ ഇഷ്ടപ്പെടുന്നത് അതെല്ലാം കൊടുക്കുന്നുണ്ട്. എന്താ കരുതിയത് അതൊക്കെ കൊടുക്കുന്നുണ്ട്. തമ്മാടിയാണോ, നിസ്കരിക്കാത്ത, വ്യഭിചാരം ചെയ്യുന്ന, അതല്ലെങ്കിൽ മറ്റു തമ്മാടിത്തരങ്ങൾ ചെയ്യുന്ന ആളാണ്, അല്ലാഹു തആല കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു മനുഷ്യനെ കണ്ടാൽ ഫഇന്നമാ ഹുവ ഇസ്തിദ്റാജ്, അത് ഇസ്തിദ്റാജ് മാത്രമാണ്. യഅലമു ഉമ്മത്ത മുഹമ്മദിനിൽ മുസ്തഫ. ഇസ്തിദ്റാജ് പറഞ്ഞാൽ എന്താ? അത് പിന്നെ ചൂണ്ടയുടെ അഗ്രഭാഗത്ത് കൊളുത്തിയ ഇര മാത്രമാണ്. നമ്മൾ തോട്ടിൽ കിട്ടുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും, മീൻ പിടിച്ചുന്ന കുട്ടികൾ. മീൻ പിടിച്ചുന്ന കുട്ടികളൊന്നുമില്ല, പബ്ജി കളിച്ചുന്ന കുട്ടികൾ എപ്പോഴും. നമുക്ക് ശനി ഞായറൊക്കെ സ്കൂള് ഒഴിവുള്ള സമയത്തും ഇല്ലാത്ത സമയത്തും മദ്രസ കൂട്ടുന്നുണ്ട്, നമ്മളെന്താക്കും, പിന്നെ അടിച്ചാലിറങ്ങിയിട്ട് മീൻ പിടിച്ചു. കുട്ടികൾക്ക് മീൻ പിടിച്ചാൽ തന്നെ അറിയാം, ഫുള്ള് ഫോൺ. എന്റെ ഫോണൊക്കെ എന്താ ആയാലും എനിക്ക് ഫോണിനെ പറ്റി ഒന്നും കൂടുതൽ അറിയില്ല. പക്ഷെ ദർശനത്തെ കുട്ടിയാക്കാണ് കൊടുത്തത്, ദമ്മാക്കി തരും. ഫോണം കൊടുത്തത് ഭയങ്കര സെറ്റപ്പ് ആക്കി തരും. ഞാൻ വേണ്ട, എന്റെ പെങ്ങളെ കുട്ടിയാണ്, ചെറിയ കുട്ടിയാ. ഓന് കൊടുത്താലും ഫോണിന്റെ എല്ലോ ABCD എവിടത്തൊക്കെ അത് പോണത് അല്ലാഹു അഅലം. അപ്പൊ ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാല് ചൂണ്ടയുടെ അഗ്രഭാഗത്ത് കൊളുത്തി വെച്ച ഇര പോലെയാണ്. മീൻ ഇങ്ങനെ തിന്നും, മീനിന്റെ പൂതിക്ക് ഇത് പള്ളർച്ച തിന്നാൻ തന്നതാണ്. അത് തിന്ന് ലാസ്റ്റ് ഒറ്റ വലിയ കാര്യം ഇതാണ്, മരണമാകുന്ന ആ ചൂണ്ട വരെ മാത്രമാ തിന്നാൻ കഴിയാ. അള്ളൊരു പിടിപിടിക്കും, അന്നൊന്നും ഉണ്ടാകൂല. ഈ മനുഷ്യന്മാർക്ക് എത്ര കിട്ടിയാലും പൂതി തീരൂല. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വൃദ്ധത പകർന്നു കയറിയാലും, ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വയസ്സിന്റെ എല്ലാ ചുക്കിച്ചുളിവുകൾ വന്നു കഴിഞ്ഞാലും മനുഷ്യന്റെ രണ്ട് കാര്യങ്ങൾക്ക് നിരബാധിക്കില്ല. രണ്ട് കാര്യങ്ങൾക്ക് മനുഷ്യന്റെ രണ്ട് സ്വഭാവങ്ങൾക്ക് വൃദ്ധത ബാധിക്കുകയില്ല. യഅലമു ഉമ്മത്ത മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്റുമു മിൻ ബനി ആദമ കുല്ലു ശൈഇ, മനുഷ്യന്റെ എല്ലാ ഭാഗത്തേക്കും അവന്റെ വൃദ്ധത എന്നത് കടന്നു ചെല്ലുന്നതാണ്. നമ്മൾ പഴയ കാലത്ത് കുട്ടികളായ സന്ദർഭത്തിൽ ഓടിയതുപോലെ ഓടാൻ കഴിയൂല, കരുതിയടത്തേക്ക് ഓടിയതുപോലെ ഓടാൻ കഴിയൂല. ഇനി ഒരുപാട് സമയം ഒരു സ്ഥലത്ത് ഇരിക്കാൻ കഴിയൂല, നിൽക്കാൻ കഴിയൂല, സംസാരിക്കാൻ കഴിയൂല. കാരണം വൃദ്ധ
വൃദ്ധനായി പോയി. മുട്ടുവേദന, കാലുവേദന, ഊരവേദന, എല്ലാവിധ വേദനകള്, പ്രയാസങ്ങള്, പരിവട്ടങ്ങള്, ബുദ്ധിമുട്ടുകള്, പ്രതിസന്ധികള്. എന്തേ കാരണം? വയസ്സായി പോയി. പക്ഷേ മനുഷ്യന് എല്ലാ മേഖലകളിലും വയസ്സെത്തിയാലും രണ്ട് മേഖലകളിൽ അവന് പ്രായം ബാധിക്കുകയില്ല. ഏതാ കാര്യമെന്നറിയോ? അൽ ഹിർസു വൽ അമലു. അലച്ച, അതുപോലെ ആഗ്രഹങ്ങൾ, അത്യാഗ്രഹങ്ങള്. മനുഷ്യന്റെ അലച്ച് ഒരിക്കലും തന്നെ വൃദ്ധത ബാധിക്കുകയില്ല. അതുപോലെ അവന്റെ ആഗ്രഹങ്ങള്. ഒരു മനുഷ്യൻ നാളെ മരിക്കുന്നതിന് മുമ്പും അവന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവിടെ എന്റെ ഭൂമി, ഇവിടെ എന്റെ സമ്പത്ത് എന്ന ചിന്ത മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മരിച്ചാൻ കിടക്കുന്ന ബാപ്പാണ്ട് തമാസക്കെന്ന് പറഞ്ഞു നോക്കിയോണ്ടി. ബാപ്പ നിങ്ങളെ ആ 10 സെന്റ് ഭൂമി എന്റെ പേരിലാക്കി കേട്ടോ. അപ്പൊ കാണാ ബാപ്പാണ്ട് തമാസക്ക് എല്ലാ ബാപ്പാരെ പറ്റില്ല. ഇവിടുത്തെ ബാപ്പാരെ എനിക്ക് അങ്ങനത്തെ അഭിപ്രായം ഇവിടുത്തായിട്ടില്ല. തമാശക്ക് നിങ്ങളെ ആ 10 സെന്റ് ഭൂമി തൽക്കാലം ഞാൻ എന്റെ പേരിലാക്കിയിട്ട് പറഞ്ഞ കജ്ജും കാലും കൊയന്റെ ബാപ്പാണ് എന്റെ മൂർദാവ് കൂടെ ഒന്ന് കിട്ടും എടുത്തുന്ന് പറയും. കജ്ജ് പൊന്തിച്ച തന്നെ അജുലേക്കാരൻ എന്റെ മൂർദാവ് കൂടെ ഒന്ന് കിട്ടും എന്ന് പറയും. അതാണ് പറഞ്ഞത്. മനുഷ്യന്റെ എല്ലാ മേഖലകളിലേക്കും നരബാധിച്ചാലും അവന്റെ അത്യാഗ്രഹങ്ങള്, അവന്റെ ആഗ്രഹങ്ങൾക്ക് നരബാധിക്കുകയില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ദുന്യവിയായ ജീവിതം കൊണ്ട് നാം ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിലെ സുഖങ്ങൾ മാത്രമാണെങ്കിൽ മഹ്ശറയിലേക്ക് നാളെ പോയി കഴിഞ്ഞാൽ ആ മനുഷ്യന് നന്മയായി ഒന്നും തന്നെ അവശേഷിക്കുകയില്ല. എല്ലാതും ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു തആല തിന്നു തീർക്കുന്നതാണ്. ഒരു മനുഷ്യന് സമ്പത്തുണ്ടായിട്ടത് മുഴുവനും അവന്റെ ആഭാസങ്ങൾക്ക് വേണ്ടി, അവന്റെ കുടുംബത്തിന് വേണ്ടി, അവനുമായി ബന്ധപ്പെട്ട മേഖലകളിൽ മാത്രം ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് നാളെ മഹ്ശറയിലേക്കൊന്നും തന്നെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ്. സൂറത്തുൽ ഹൂദ് 15-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൻ കാന യുരീദുൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ نوفي إليهم أعمالهم فيها وهم فيها لا يبخسون. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, മൻ കാന യുരീദുൽ ഹയാത്തദ് ദുനിയാ, ആരെങ്കിലും ദുന്യവിയായ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഹയാത്തദ് ദുനിയാ, ദുനിയാവിന്റെ ഭൗതികതയില് അഭിരമിക്കുക എന്ന ഉദ്ദേശമാണെങ്കിൽ വസീനതഹാ, ആ ദുനിയാവിന്റെ പളപളപ്പ് എന്റെ ജീവിതത്തിലേക്ക് മേളിക്കണമെന്ന ആഗ്രഹമാണുള്ളതെങ്കിൽ നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ, അവരുടെ അമലുകൾ മുഴുവനും നുവഫി, നമ്മൾ പൂർത്തിയാക്കി കൊടുക്കുന്നതാണ്. ആ ദുനിയാവിൽ വെച്ച് തന്നെ പൂർത്തിയാക്കി കൊടുക്കുന്നതാണ്. വഹും ലാ യുബ്ഖസൂൻ വഹും ഫീഹാ ലാ യുബ്ഖസൂൻ. ആ ദുനിയാവിൽ ഞാൻ അവർക്ക് ഒരു കുറവും തന്നെ വരുത്തില്ല എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ ഖാലല്ലാഹു അസ്സ വജൽ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ജീവിതം മാത്രമാണോ? ഖുർആൻ പറയട്ടോ, വഹും ഫീഹാ ലാ യുബ്ഖസൂൻ, ഒരു കുഴപ്പമുണ്ടാകൂലേ, നല്ലോണം ഞാൻ തരും. പക്ഷേ നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ, മക്കളൊക്കെ ഇവിടുന്ന് തന്നെ തീർക്കും, ഒന്നും കൊടുക്കണ്ടാകൂല. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാത്തിനും സൃഷ്ടിച്ചതിന്റെ ശേഷം അതിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കിയിട്ടുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദുനിയാവിനെ പടച്ചിട്ട് ഒരു നോട്ടം പോലും റഹ്മത്തിന്റെ നോട്ടം നോക്കിയിട്ടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ ലം യഖ്ലുഖ ഖൽഖാ അബ്അദ മിനദ് ദുനിയാ.
അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളെ കൂട്ടത്തിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ളത് ദുനിയാവാണ്. മഹാനായ ഹബീബുനാ മുഹമ്മദിനുൽ മുസ്തഫ وإنه لم ينظر إليها منذ خلقها. അല്ലാഹു തആല പടച്ചതിന്റെ ശേഷം ആ ദുനിയാവിലേക്ക് അല്ലാഹു തആല നോക്കിയിട്ടില്ല എന്ന് മഹാനായ ഹബീബുനാ മുഹമ്മദിനുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതോടുകൂടി കൂട്ടി വായിക്കുകയാണത് ഗൗസുൽ ആദം തങ്ങളുടെ വർത്തമാനമാണ്. അൽ മാലു ഫീ ജൈബിക ഹലാൽ, സമ്പത്തിന്റെ കീശയിൽ അത് ഹലാലാണ്, അക്കൗണ്ടിൽ ഹലാലാണ്. പണമായി, ബിൽഡിംഗ് ആയി, സമ്പത്തുകൾ, തോട്ടങ്ങളായി, പറമ്പുകളായി, മലകളായി, മറ്റുള്ള സംരംഭങ്ങളായി, അതൊക്കെ ഹലാലാണ്. ഹലാലാ അത് ഹലാലല്ലെങ്കിൽ ഉസ്മാൻ തങ്ങൾ അതൊക്കെ ഒഴിവാക്കും. ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ അത് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളാണ്. റസൂലുള്ളാഹിന്റെ സ്വർഗ്ഗത്തിലെ കൂട്ടുകാരനാണ്. അത് ഹലാലാണ്. വഫീ ഖൽബിക ഫലാ, ഹൃദയത്തിൽ വേണ്ട എന്ന് മഹാനായ ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജിലാനി റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യൻ പ്രഭാതത്തിൽ ഉണർന്ന സമയത്ത് തന്നെ ആഗ്രഹിക്കുന്നത്, നല്ലോ ചിന്തിക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു മനുഷ്യൻ പ്രഭാതത്തിൽ ഉണർന്ന സമയം തന്നെ ആഗ്രഹിക്കുന്നത് എന്റെ ആ കാര്യത്തിൽ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കണമെന്ന്. അതായത് നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാ ഏർപ്പാടും കഴിഞ്ഞിട്ടല്ല ഞാൻ ഈ പറയണത്. നേരെ നീച്ചുമ്പോ തന്നെ ഓന്റെ മനസ്സിലുള്ളത് ഇന്റെ ആ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതൊന്ന് കാണണം, ഇതൊന്ന് മെച്ചപ്പെടുത്തണം. എല്ലാ ദിവസവും ഒരു മനുഷ്യന് നേരം വെളുത്തത് മുതൽ ഓന്റെ ആ സാമ്പത്തികമായ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യനെങ്ങാനും പ്രഭാത സമയത്ത് എണീക്കുമ്പോൾ തന്നെ ഈ ദുനിയാവ് മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എണീക്കുന്നതെങ്കിൽ ആ മനുഷ്യനക്ക് അല്ലാഹു തആല ഹൃദയത്തിൽ 4 അവസ്ഥകളെ പടക്കുന്നതാണ്. ഒന്നാമത്തെ അവസ്ഥ എന്തെന്നറിയോ? ഹമ്മുൽ ലാ യൻഖതിഉ അബദാ, ഹമ്മുൽ ലാ യൻഖതിഉ അബദാ, ഹമ്മുൽ ലാ യൻഖതിഉ അബദാ. ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ടെൻഷൻ അല്ലാഹു തആല അവന്റെ ഹൃദയത്തിൽ കൊടുക്കുന്നതാണ്. ഒരിക്കലും അത് മുറിഞ്ഞു പോകില്ല. രണ്ടാമത്തെ പരീക്ഷണം എന്തെന്നറിയോ? ശുഗ്ലുൽ ലാ യതഫറഗു ഫീഹി അബദാ, ശുഗ്ലുൽ ലാ യതഫറഗു മിൻഹു അബദാ. ഒരിക്കലും തന്നെ തീരാത്ത ബിസി അല്ലാഹു തആല ഇട്ട് കൊടുക്കുന്നതാണ്. ഒന്നാമത്തെ എന്താ? തീരാത്ത ടെൻഷൻ അല്ലാഹു തആല കൊടുക്കും. രണ്ടാമത്തെ എന്താണ്? ശുഗ്ലുൽ ലാ യതഫറഗു മിൻഹു അബദാ, ഒരിക്കലും വിട്ടുമാറാത്ത ബിസി ആയിരിക്കും. അങ്ങനെ ബിസി ആയിട്ടും കാര്യമില്ല. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് മക്കളൊപ്പം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ നേരമില്ലെങ്കിൽ അല്ലേ? നമ്മൾ തങ്ങന്മാരൊക്കെ അല്ലേ, പാണക്കാട് തങ്ങന്മാർ ചൊവ്വാഴ്ച ദിവസം ഒഴിവാക്കി വെച്ചൊക്കെ എന്തിനു വേണ്ടി? പഠിച്ചോനെ അന്നും ഒഴിവില്ലേ? ഏതൊരാൾക്ക് ആഗ്രഹം ഉണ്ടാവും ഫാമിലി ആയിട്ടൊന്ന് കുറെ സമയം ഒന്ന് മുന്നോട്ട് പോകാൻ കുറച്ച് സമയം കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതിനും ഒരു ചാൻസ് ഉണ്ടാകൂല. മൂന്നാമത്തെ പരീക്ഷണം എന്തെന്നറിയോ? ഫഖറുൽ ലാ യുബ്ലിഗു ഗിനൻ അബദാ, ഒരിക്കലും തന്നെ തീരാത്ത ദാരിദ്ര്യം ആ മനുഷ്യനിക്ക് അല്ലാഹു തആല കൊടുക്കുന്നതാണ്. അല്ലാഹു തആല കാക്കുമാറാകട്ടെ, അല്ലാഹു തആല കാക്കുമാറാകട്ടെ. എത്ര വലിയ കോടീശ്വരന്മാരാണ് ഒരു സുപ്രഭാതത്തിൽ മുഴുവനും പൊട്ടിത്തകർന്ന് ആളുകൾക്കിടയിൽ പോലും നടക്കാൻ പോലും കഴിയാതെ നാടും വീടും വിട്ടൊളിവിൽ കഴിയുന്നത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. എനിക്കറിയാം, എന്റെ പരിചയത്തിൽ 2 സുഹൃത്തുക്കൾ, എന്റെ സൗഹൃദ വലയത്തിൽപ്പെട്ട 2 പേര്. ഒരാള് ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത് 250 കോടിയാണ്. 250 രൂപ 2500 അല്ല, 2.5 ലക്ഷം അല്ല, 250 കോടി. എവിടെയും ചോദിച്ചാൽ ആർക്കൊക്കെ അറിയില്ല. എന്നാ ഇന്ത്യ വിട്ടുകൊണ്ട് വെച്ചാൽ അല്ലാഹു അഅലം, സൗദിക്കത്തിനോ അതും അല്ലാഹു അഅലം. ഒരാൾ കൊടുക്കാനുള്ളത് 80 കോടിയാണ്. തല കീഴ്പ്പെട്ടും കാല് മേപ്പെട്ടൊക്കെ.
അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിനെ കാത്തുരക്ഷിക്കണേ അല്ലാ. നാലാമത്തെ പരീക്ഷണം എന്തെന്നറിയോ? അമലുല്ല യബ്ലുഗു മുൻതഹാഹു അബദാ. ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും, അതൊന്നും അല്ലാഹു തആല നിറവേറ്റി കൊടുക്കില്ല എന്ന് നബി മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ നാട്ടിലെ പ്രിയപ്പെട്ട ഉമറാക്കളെ ആ വിഷയത്തിൽ ഞാൻ മുത്തുകണ്ഠം പ്രശംസിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇവിടുത്തെ അടുത്ത് മഹല്ലിൽ 3 വർഷക്കാലം ജോലി ചെയ്ത സന്ദർഭത്തില് അൽഹംദുലില്ലാഹ് പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, മുത്തഅല്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, ദർസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, ദീനീ സംവിധാനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഈ സദസ്സിലുള്ള നല്ലൊരു ശതമാനം സമ്പന്നരായ ആളുകൾ വാരിക്കോരി കൊടുത്തത് എന്റെ അനുഭവത്തിൽ ഇന്നുമുണ്ട്. അവരിന്നും ഹയാത്തിലുണ്ട്. അല്ലാഹുവേ, ആ സ്വതക്കകൾ നീ കബൂലാക്കണേ അല്ലാഹ്. പോവുകയാണ്. ഞാൻ വെളുത്തടുത്ത് ആ പള്ളിയിൽ ആദ്യമായി ജോലി ചെയ്തപ്പോ കമ്മിറ്റിക്കാരന്റെ അരികിൽ വന്ന് പറഞ്ഞു, ഉസ്താദേ, നമ്മുടെ എസിയുടെ വയറൊക്കെ ഇട്ടിട്ടുണ്ട്, എസി ഫിറ്റ് ചെയ്തിട്ടില്ല. ഒന്ന് ഉസ്താദ് വെള്ളിയാഴ്ച ജുമയ്ക്ക് ശേഷം ഒന്ന് പറയോ? ഞാൻ ജുമ നിസ്കാരം കഴിഞ്ഞ് ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആരും എണീറ്റ് പോകരുത്, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. തലേ വെള്ളിയാഴ്ചയല്ല പറയുന്നത്, ആ വെള്ളിയാഴ്ചയാണ് പറയുന്നത്. ഞാൻ എണീറ്റുന്ന ആളുകളോട് പറഞ്ഞു, നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ എസി വെച്ച് എന്ത് സൗകര്യത്തിലാണ് നമ്മൾ കഴിയുന്നത്. ഈ പള്ളിയിൽ അല്ലാഹുവിന്റെ അടിമകൾ വന്ന് ഇബാദത്ത് ചെയ്യുമ്പോ അവരൊക്കെ താപം സഹിക്കാൻ കഴിയാതെ ശരീരത്തിലൂടെ വിയർപ്പുകൾ ധാരധാരയായി ഒഴുകുകയാണ്. ഒരു എസി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തത് കാരണത്താൽ ഇവർ ഇബാദത്ത് ചെയ്യുന്ന കാലം മുഴുവൻ നിങ്ങൾക്ക് അതിന്റെ സവാബ് ലഭിക്കുന്നതാണ്. കമ്മിറ്റിക്കാര് പറഞ്ഞത് ഏകദേശം ഒരു 3 ലക്ഷത്തിന്റെ അടുത്ത് വരും. ഒന്നായിട്ട് 1 ലക്ഷം കിട്ടിയാൽ തന്നെ വലിയ കിട്ടലായി. സുബ്ഹാനല്ലാഹ്. ഒരു 10-20 മിനിറ്റ് ആയപ്പോഴേക്കും അത് മുഴുവനും ഫിനിഷായി. എന്റെ പവറല്ല, സുമനസ്സുകളായ നല്ല നാട്ടുകാരുടെ ആ തീരുമാനമാണത്. പിരിപ്പിച്ചാണ്. 1 എസിയായി, 2 എസിയായി, 3ആയി, 4ആയി. 6ാമത്തെ എസിയിലേക്ക് എത്തുന്ന സമയത്ത് എന്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഒരു സഹോദരൻ ബാക്കിയുള്ളത് മുഴുവനും ഏറ്റെടുത്തിട്ടുണ്ട്, ഇനി പിരിപ്പിക്കണ്ട എന്നാ പറഞ്ഞത്. ബാക്കി എന്തൊക്കെ ഇന്റീരിയൽ വർക്കുകളെല്ലാം ഏറ്റെടുത്തു എന്നതാണ്. അല്ലാഹുവേ, ആ സ്വതക്കകൾ നീ കബൂലാക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ വെളുത്തടുത്ത് പള്ളിപ്പറമ്പിലേക്കൊന്ന് പോകണം. ആ പള്ളിപ്പറമ്പിൽ പോയിട്ട് ഒരു വിജനമായ ആ പള്ളിപ്പറമ്പിലേക്കൊന്ന് പോയി. എപ്പോഴാ പോകേണ്ടത്? പ്രഭാത സമയത്തില്ല, ഏകദേശം ഒരാരുമില്ലാത്ത യാമങ്ങളിൽ ഇരുട്ടിന്റെ സമയത്ത് ആ പള്ളിപ്പറമ്പിലെ പാലത്തിൽ മേൽ പോയി നിന്നിട്ട് ഒന്ന് വലതും ഇടതും ഒന്ന് തിരിഞ്ഞു നോക്കുക. ആരൊക്കെയാണ് അവിടെ കിടക്കുന്നത്? നമ്മുടെ നാട്ടിൽ വലിയ പ്രമാണിമാരായി കണ്ടവരാ മീസാൻ കല്ലിന്റെ താഴെ കിടക്കുന്നുണ്ട്. വലിയ വലിയ ആലിമീങ്ങൾ കിടക്കുന്നുണ്ട്, ഫക്കീറന്മാര് കിടക്കുന്നുണ്ട്. ആരും പോയപ്പോ സമ്പാദിച്ചതൊന്നും കൊണ്ടുപോയിട്ടില്ല. എല്ലാവരും ഒന്നുമില്ല 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 എന്ന് പറഞ്ഞ് കൈകൾ വിടർത്തിയിട്ട് 3 തുണിയുമായിട്ടാണ് പോയത്. ആരും കൊണ്ടുപോയിട്ടില്ല. കൊണ്ടുപോകണമെന്ന് വസിയത്ത് ചെയ്താലും അത് നടപ്പിലല്ല. പൊന്നാര മനുഷ്യ, ദുനിയാവെന്ന് പറഞ്ഞാൽ അഖല്ലു മിനൽ ഖലീൽ. വളരെ നിസ്സാരമല്ലേ? മഹ്ദൂം തങ്ങൾ ബഹുമാനപ്പെട്ട ഫതുൽ മുഈൻ നിക്കാഹിന്റെ ബാബില് കുഫു ഒക്കുന്ന വിഷയമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ആലിമും അതുപോലെ സമ്പന്നന്റെ മകളും കുഫു ഒക്കുമോ എന്ന ചർച്ചയാണെന്നാ തോന്നുന്നത്. ആ സമയത്ത് സമ്പത്ത് ഒരു വിഷയം തന്നെയല്ല പറഞ്ഞത്. അന്നൽ മാല ദില്ലുൻ സായിലു, മുതലെന്ന് പറഞ്ഞാൽ അത് നീങ്ങിപ്പോകുന്ന തണൽ മാത്രമാണ്. ആ മുതൽ കൊണ്ട് അന്തമുള്ള മനുഷ്യന്മാർ അഹങ്കരിക്കൂല. യുലമു ഉമ്മത്ത മുഹമ്മദിനിൽ മുസ്തഫ.
ഒഴിവുണ്ടാകുമ്പോ ഇത് എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ അടക്കം എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കാര്യമാണ് ഞാനേ പറയുന്നത്. എനിക്കൊരിക്കൽ പാലക്കാട് മണ്ണാർക്കാട് ഭാഗത്തൊരു വഅദുണ്ടായിരുന്നു. ആ വഅദ് കഴിഞ്ഞാൽ തിരികെ വരുമ്പോ ഞാൻ നിയ്യത്ത് വെച്ചു. തിരികെ വരുന്ന സമയത്ത് കാവുങ്ങളിലൂടെ വരുമ്പോൾ എന്റെ വല്യുപ്പാന്റെ മഖ്ബറയൊന്ന് സിയാറത്ത് ചെയ്യണോ, കളമ്പാടി മക്കാമൊന്ന് സിയാറത്ത് ചെയ്യണോ, വല്യുമ്മാന്റെ ഖബറുമൊന്ന് സിയാറത്ത് ചെയ്യണോ. ഒരുപാട് കാലമായി രണ്ടുപേരുടെയും അരികിൽ പോയി സലാം പറഞ്ഞിട്ട് ഇനി നേരം എത്ര വൈകിയാലും കാര്യമില്ല. പക്ഷെ വിചാരിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് സമയം പോയി. ഏകദേശം ഞാൻ അവിടേക്ക് എത്തിയപ്പോൾ 12:45 രാത്രി 12:45 ഉള്ളിൽ ചെറിയ പേടിയുണ്ട്. പള്ളിക്കാട്ടുകാ പോണത് പേടിയുണ്ട്, ഉള്ളവരെയല്ലോ. ഏതായിരുന്നാലും വല്ലിപ്പാന്റെ ഹദ്റത്തൊക്കെ ഒരു ഫാത്തിഹ ഓതി ഞാൻ ഇങ്ങനെ പള്ളിപ്പറമ്പക്ക് പോയി. വല്ലിപ്പാന്റെ ഖബറിങ്ങ് പോയി അസ്സലാമു അലൈക്കും യാ ജദ്ദീ. വല്ലിപ്പാന്റെ ഹദ്റത്തൊക്കെ ഒരു ഫാത്തിഹ ഓതി. കോട്ടുമല ഉസ്താദിന്റെയും കോമുസ്താദിന്റെയും ബാപ്പുസ്താദിന്റെ ഹദ്റത്തൊക്കെ ഓരോ ഫാത്തിഹ ഓതി. ഫാത്തിഹ ഓതി ദുആ ചെയ്തു. തെക്ക് വശത്തിൽ ആ മൂലയിലാണ് വല്യുമ്മാന്റെ ഖബറുള്ളത്. പള്ളിപ്പറമ്പിന്റെ നടുവിലൂടെ അങ്ങനെ നടന്നുപോയി എന്റെ വല്യുമ്മാന്റെ ഖബറുകൾ പോയി അസ്സലാമു അലൈക്കും യാ ജദ്ദത്തി സലാം പറഞ്ഞുകൊണ്ട് ഫാത്തിഹ ഓതി ദുആ ചെയ്തു. അങ്ങനെ നടന്നു വരുമ്പോ എന്റെ മനസ്സ് എന്നോട് എന്തൊക്കെയോ മന്ത്രിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എവിടേക്കാ പോകുന്നത്? അവിടെ നിൽക്ക്. എന്താ നിൽക്കാൻ കാരണം? ഞാൻ ആ മഖ്ബറയിലേക്ക് നോക്കുമ്പോ കിടക്കുന്നത് ആരാണ്? മഹാനായ കളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ, കോട്ടുമല ബാപ്പു മുസ്ലിയാർ, കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, കോമ മുസ്ലിയാർ നവ്വറല്ലാഹു മറാഖിദുഹും. പഠിച്ചോനെ മഹാന്മാരെ ദറജനെ ഉയർത്തി കൊടുക്കണേ അല്ലാ. ആരാണ് ഈ 4 മഹാരഥന്മാര്? ഈ കേരള ജനതക്ക് ഇസ്ലാം എന്തെന്ന് പഠിപ്പിച്ച 4 അഗ്രേസരരായ പണ്ഡിതന്മാര്. എന്റെ മനസ്സെന്നോട് പറഞ്ഞു, റബ്ബേ, ഈ ലോകം മുഴുവനും ആദരിച്ച 4 മഹാന്മാരാ പച്ച മണ്ണിൽ കിടക്കുകയാണല്ലോ. മാത്രമല്ല ഒരു പുതിയ ഖബറിനെ കണ്ടു. ആ ഖബർ എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിയുടെ ഖബറാ. അപ്പുറത്തിൽ എന്റെ 2 ഇളയമ്മമാരെ ഖബറിനെ കണ്ടു. എന്റെ മനസ്സെന്നോട് പറഞ്ഞു, പൊന്നുമോനെ, എന്തിനാ നീ അഹങ്കരിക്കുന്നത്? ഇന്നില്ലെങ്കിൽ നാളെ നീയും ഇവിടെ വന്ന് കിടക്കാനുള്ളതാണ്. ആ പള്ളിപ്പറമ്പിൽ ഒരാൾക്കും തിരക്കില്ല, ടെൻഷനില്ല, തിരക്ക് പിടിച്ചിട്ടും കാര്യമില്ല. ഞാനിങ്ങനെ അരമണിക്കൂർ ഇങ്ങനെ നിന്ന് ചിന്തിച്ചു, റബ്ബേ, ഒരാൾക്കും പരാതിയില്ലല്ലോ, പരിഭവമില്ലല്ലോ. അതിന്റെ ഉള്ളിലത്തെ അവസ്ഥ എന്താണ് റബ്ബേ? പടച്ചോനെ, ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണേ. അല്ലാഹുവേ, മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, ഞങ്ങളെ പ്രിയപ്പെട്ട ബാപ്പ എന്ന് ഖബറിന്റെ 6 അടി മണ്ണിലാണ്, ഉമ്മ 6 അടി മണ്ണിലാണ്, വല്യുപ്പ വല്യുമ്മമാർ 6 അടി മണ്ണിലാണ്, മക്കൾ 6 അടി മണ്ണിലാണ്, പ്രിയപ്പെട്ട അബുഹാജിയുടെ പൊന്നുമോൾ 6 അടി മണ്ണിലാണ്. അല്ലാഹുവേ, അതുപോലെ ആരൊക്കെയാണോ മരണപ്പെട്ടു പോയത് എല്ലാവരിലേക്കും ഇതിന്റെ സവാബിനെ നീ എത്തിച്ചു നൽകണേ അല്ലാ. അവരൊക്കെ ഖബറിനെ സന്തോഷമാക്കണേ അല്ലാ. അവരെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാ. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്നാണല്ലോ ഇൽമിന്റെ സദസ്സ് എന്ന് പറഞ്ഞാൽ. അത് സ്വർഗത്തിൽപ്പെട്ട തോപ്പാണല്ലോ. സ്വർഗത്തിൽ വെച്ച് എന്ത് അല്ലാഹുവോട് ചോദിച്ചാലും അല്ലാഹു തരും. സ്വർഗത്തിന്റെ തോപ്പാ, ആമീൻ എന്ന് പറഞ്ഞോ. നമ്മൾ ദുആ ചെയ്യുന്ന കേവലം ഒരു ഗ്രൗണ്ടിൽ വെച്ചല്ല. ഈ 2 ഭാഗം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഇൽമ പഠിപ്പിക്കപ്പെടുന്ന മദ്രസകളാണ്. ഇപ്പോഴും ഇവിടെ ഇൽമാണ് പറയുന്നത്. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങൾ ഉമ്മാക്ക് നീ പൊറുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ
ഞങ്ങളെ ബാപ്പാക്ക് നീ പൊറുക്കണേ അല്ലാ, വല്ലുപ്പ വല്യുമ്മമാർക്ക് പൊറുക്കണേ അല്ലാ, ജ്യേഷ്ഠാനിയന്മാർക്ക് നീ പൊറുക്കണേ അല്ലാ. മഹാനായ സയ്യിദുന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ലോകത്തോട് വിട പറയാൻ വേണ്ടി കിടക്കുമ്പോ അവിടുത്തെ ശിഷ്യന്മാര് ചോദിക്കുന്നു, അല്ല മഹാനവറുകളെ, ഞങ്ങളോട് എന്തെങ്കിലും വസിയത്ത് ചെയ്യാനുണ്ടോ? ചിന്തിക്കേണ്ട കാര്യമാ പറയുന്നത്. ഞങ്ങളോട് എന്തെങ്കിലും വസിയത്ത് ചെയ്യാനുണ്ടോ? ആ സമയത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുന്നു, എനിക്കൊരു വസിയത്ത് ചെയ്യാനുണ്ട്. വഇദാ ബളഅതുമൂനി ഫീ ഖബ്രി, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യിത്ത് നിങ്ങൾ ഖബറിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഫൻസിഉ അന്നി ലബിനഹ, എന്റെ ഖബറിൽ ആ മൂടുകല്ലൊന്ന് മാറ്റി വെക്കണം. എന്റെ ഖബറിൽ മയ്യത്ത് വെച്ച് മൂടുകല്ലെല്ലാം വെച്ച് 3 പടി മണ്ണ് വാരി ഇടുന്നതിന്റെ മുമ്പ് ആ വെച്ച മൂടുകല്ലെല്ലാം ഒന്ന് മാറ്റി വെക്കണേ. അത് മാറ്റി വെച്ചിട്ട് സുമ്മൻളുറൂ മാലഹിഖനി മിൻ ദുനിയാകും ഹാദിഹി, എന്റെ ഖബറിലേക്കൊന്ന് നിങ്ങൾ നോക്കിയിട്ട് ഒന്ന് ചിന്തിക്കണേ, എന്റെ ഖബറിൽ എന്റെ കൂടെ ഈ ദുനിയാവിൽ നിന്ന് എന്താണ് വന്നത് എന്നൊന്ന് ചിന്തിക്കണേ. ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടേ ഖബറത്തെ ആ മൂടുകല്ലൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഉള്ളിൽ നോക്കുക. എന്റെ അപ്പന്റെ കുട്ടികൾ വന്നിക്കണ, സമ്പത്ത് വന്നണോ, സമ്പാദ്യം വന്നണോ നോക്കുക, എന്നിട്ടൊന്ന് പാഠം ഉൾക്കൊള്ളൂ എന്ന് മഹാനായിരിക്കുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല തങ്ങൾ പറയാൻ. മഹാനായിരിക്കുന്ന ഇബ്നു മുത്തൈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തന്റെ വീടിന്റെ മുൻവശത്തേക്കാണ് വന്നു. പെരന്റെ മുമ്പക്ക് മിറ്റത്തേക്ക് ഒന്നാണ്ട് പെരമക്കും ഇങ്ങനെ നോക്കി. ഇപ്പൊ ഇന്റെ പെരപ്പണി നടക്കുന്നുണ്ട്. ഞാൻ ഈ പെരപ്പണി നടക്കുമ്പോ എഞ്ചിനീയർക്കും വിളിച്ചും എന്താ നമ്മൾ കാട്ടിനെ അങ്ങനെ മാറ്റുക, അങ്ങനെ നമ്മൾ ചിന്ത മുഴുവൻ അങ്ങനെ ആയി പോയി. ആരും കുറ്റപ്പെടുത്ത ഇന്റെ അവസ്ഥ ഞാൻ ഈ പറയണത്. ആദ്യം കരുതിയ പ്ലാൻ ഒന്ന് മാറ്റി, അത് പിന്നെ ഒന്നും കൂടി മാറ്റി. അപ്പൊ നമ്മള് സ്ക്വയർ ഫീറ്റിന് ഇത്ര കരുതിയത് ഒന്നും കൂടി 100 രൂപ കൂടി, പിന്നെ 200 കൂടി. സ്ക്വയർ ഫീറ്റ് 1,800 പറഞ്ഞപ്പോ 1,900 മാറി. കാരണം നമുക്ക് ദുന്യാവാണ് ആഗ്രഹം. ഞാൻ ഇന്റെ അവസ്ഥയെ പറയുന്നത്, അവസ്ഥ അല്ലേ പറയുന്നത്. ഇടക്ക് ഉണ്ടാക്കിയിട്ട് നമുക്കല്ല റാഹത്തേക്കാരും കുടിരിക്കലിന്റെ അന്ന് നമ്മുടെ അടുത്തൊക്കെ നോക്കും, പിന്നെ ഒന്ന് കടന്നു നോക്കും, പിന്നെ നീച്ച് നോക്കും. ഒരു കുടിരിക്കലൊക്കെ 4-5 ദിവസത്തേക്കാരും പണി. ഇബ്നു മുത്തൈ തങ്ങള് എന്റെ വീടിന്റെ മുൻവശത്തേക്ക് വരികയാണ്. നമ്മളെ പോലെയല്ല വന്നത്. സുബ്ഹാനല്ലാഹ്. ആ വീടിന്മേലേക്ക് നോക്കിക്കൊണ്ട് മഹാനായ ഇബ്നു മുത്തൈ തങ്ങൾ പറഞ്ഞു, ലൗലൽ മൗതു, മരണമെന്ന സത്യമില്ലായിരുന്നെങ്കിൽ, ലൗലൽ മൗതു, മരണമെന്ന സത്യമില്ലായിരുന്നെങ്കിൽ, ലകുന്തു ബിക മസ്റൂറാ, വീടേ നിന്നെ കൊണ്ട് ഞാൻ സന്തോഷവാനായിരുന്നു. ഖബറിന്റെ ഏകാന്തതയിലേക്ക് പോകേണ്ടിയില്ലായിരുന്നെങ്കിൽ, ഖബറിന്റെ ഇടുക്കത്തിലേക്ക് പോകേണ്ടിയില്ലായിരുന്നെങ്കിൽ, ഈ ദുനിയാവ് കണ്ട് എന്റെ കണ്ണിന് കുളിർമ ലഭിക്കുമായിരുന്നു. ഇബ്നു മുത്തൈ റളിയല്ലാഹു അൻഹു മരിക്കണല്ലോ, മരിക്കണല്ലോ. മഹാനുകൾ പൊട്ടിക്കരഞ്ഞു. അല്ലാഹുവേ നല്ല ബോധം നീ നൽകണേ തമ്പുരാനെ, അല്ലാഹുവേ നീ നല്ല ബോധം നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നേരത്തെ അബുഹാജുടെ സൂചിപ്പിച്ചുവല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട മദ്രസ, ഈ മദ്രസയിലേക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്ത് ആഖിറം ഒന്ന് വെളിച്ചമാകാൻ നമ്മളൊന്ന് പ്രയത്നിക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇപ്പോഴും ഇവിടേക്ക് കയറി പോകുമ്പോ ഹാജിയാരോട് ചോദിച്ചു, നിങ്ങളെ മകളുടെ 3ാമത്തെ ആണ്ടല്ലേ വരുന്നത്? എനിക്ക് കൃത്യമായി ഓർമ്മയുണ്ട്. മദർ ഹോസ്പിറ്റലിൽ ആ പൊന്നുമോള് കിടക്കുമ്പോൾ ഞാൻ അവിടേക്ക് പോയിരുന്നു. ഞാൻ അവിടേക്ക് പോയിട്ട് ദുആ ചെയ്തിരുന്നു. ഞാൻ ദുആ ചെയ്തു, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇൻകാനത്തിൽ ഹയാത്തു ഖൈറൽ ലി ഉഖ്തി, എന്റെ
പ്രിയപ്പെട്ട സഹോദരിക്ക് നീ ഹയാത്ത് ജീവനാണ് ഖൈറാക്കിയതെങ്കിൽ ഫഅഹീഹാ മഅൽ അഫിയത്തി വസ്സലാമത്തി വൽ ഖുവ്വത്തി യാ റബ്ബൽ ആലമീൻ. ആഫിയത്തോട് കൂടെ ദീർഘായുസ് നൽകണേ അല്ലാഹ്. അതെല്ലാം മരണമാണ് ഖൈറാക്കിയതെങ്കിൽ ഈമാനോട് കൂടി നീ മരിപ്പിക്കുകയും ചെയ്യണേ അല്ലാഹ് എന്ന് ഞാൻ ദുആ ചെയ്തു. നമ്മുടെ വെളുത്താഴ്ത്ത റിലീഫിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടി അവിടെ കുഴിയമ്പറമ്പിൽ വെച്ച് നടന്നപ്പോൾ ദുആ ചെയ്യാൻ വേണ്ടി നല്ലൊരു സംഖ്യന്റെ കയ്യിൽ തന്നു. അപ്പോഴും അങ്ങനെ തന്നെ ദുആ ചെയ്തു. ആ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് അല്ലാഹു തആല മരണമായിരുന്നു ഖൈറാക്കിയത്. അതിന്റെ മുമ്പ് അല്ലാഹു തആല ഒരുപാട് പരീക്ഷണങ്ങൾ നൽകി. വിദൂരമല്ലാത്ത സമയത്തിൽ തന്നെ ആ പൊന്നുമോൾ നല്ലൊരു സമയത്ത് ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി. ഇതാണ് സ്വതക്ക എന്ന് പറഞ്ഞാൽ, ഇതാണ് സ്വതക്ക. അല്ലാഹു തആല ഖൈറാക്കിയതെന്തോ ആ ഖൈറാക്കിയത് നമുക്ക് വിധിക്കുന്നതാണ്. കാലം ഇവിടെ ജീവിക്കൂല, അത് ഉറപ്പാണ്. അത് കരുതിയിട്ട് കാര്യമില്ല. വലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദി ലകാന റസൂലല്ലാഹി ഫിഹാ മുഖല്ലദാ. ാലും കാലാകാലവും മരണമില്ലാതെ ഒരാൾ ജീവിക്കുമായിരുന്നെങ്കിൽ ലകാന റസൂലുള്ളാഹി ഫിഹാ മുഖല്ലദാ. റസൂലുള്ളാഹി ജീവിക്കേണ്ടിയിരുന്നല്ലോ. റസൂലുള്ളാഹിക്കും അല്ലാഹു തആല ആയുസ് നീട്ടി കൊടുത്തിട്ടില്ല, നമ്മൾക്കും നീട്ടിത്തരൂല. അല്ലാഹു വിധിച്ച സമയത്ത് മടക്കം പറയേണ്ടവരാണ്. അല്ലാഹുവേ, ആ സമയത്ത് രാജകീയമായ മരണം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, രാജകീയമായ മരണം നൽകണേ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നാട്ടുകാരോടെ ഇങ്ങോട്ട് ചോദിച്ചാളൂ, പുറത്തുനിന്ന് ആൾക്കാർ ചോദിച്ചാൽ വയ്യ. നിങ്ങൾ ഇതിന്റെ അവസ്ഥ നോക്കി, ഈ മിറ്റത്തിന്റെ അവസ്ഥ, ഈ മദ്രസിന്റെ അവസ്ഥ നോക്കി. നമുക്കാകെ വരുമാനമായിട്ട് പറയാനുള്ള കോട്ടേഴ്സിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. കമ്മിറ്റിക്കാരനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാവരും ഇത് ഏറ്റെടുക്കണം. ഒരു 1800 സ്ക്വയർ ഫീറ്റ്, കൂടുതലില്ല, 1800 സ്ക്വയർ ഫീറ്റ്. ഒരു സ്ക്വയർ ഫീറ്റിന് 300 രൂപ വേണ്ട. ഒരു സ്ക്വയർ ഫീറ്റിന് 300 രൂപ. അങ്ങനെ 1800 സ്ക്വയർ ഫീറ്റില് നമ്മൾ ആ ഷീറ്റും അതുപോലെ മുറ്റപ്പണിയും അതുപോലെ അവിടെ വരുന്ന അടിയിടാനുള്ള ഒന്നായിട്ട് പൈസ വരുന്നത് ഒന്നായിട്ട് കൂട്ടുമ്പോൾ 1800 സ്ക്വയർ ഫീറ്റ്. ഒരു സ്ക്വയർ ഫീറ്റിന് 300 രൂപയാണ് വരുന്നത്. നമ്മളെ പെരക്ക് ഒരു സ്ക്വയർ ഫീറ്റിന് 1900 രൂപ കൊടുത്താണ് നമ്മൾ എങ്ങനെയും പൂർത്തിയാക്കുന്ന മനുഷ്യന്മാരാണ്. ഇത് നമ്മളെ പെര. ഇത് ഞാൻ മനസ്സുക്കും കെട്ടി പ്രഷർ ചെയ്യിപ്പിച്ച് ഒരു വികാരം കൊണ്ടിപ്പിച്ചിട്ട് എന്നായിക്കോട്ടെ ഞാനത് പറയാ എന്ന് മനസ്സ് കീഴടക്കിയിട്ട് പറയുന്ന വർത്താനല്ല. ഈ കളിയും ചെറിയൊക്കെ മാറുന്ന ദിവസം നമ്മൾ ഉമ്മയും പാപ്പയും പാവാണ്. നമ്മൾ ഉമ്മയും പാപ്പയും അല്ലാഹുവേ മരിച്ചുപോയാലൊക്കെ ഖബർ സന്തോഷാക്കണേ റബ്ബേ. ജീവിച്ചിരിപ്പോഴൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഇന്ന് ഫേസ്ബുക്കിൽ ഒരു സുഹൃത്തിന്റെ പോസ്റ്റ് ഞാൻ കണ്ടു. ആ സുഹൃത്ത് എഴുതിയത് എന്റെ ഉമ്മ മരിച്ചിട്ട് 50ാമത്തെ ദിവസമാണ്. ആ കുട്ടി എഴുതിയതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മമാരുള്ളവരോട് പറയാനുള്ളത് പൊന്നുപോലെ നോക്കിക്കൊണ്ടിട്ടോ. അത് പോയതിന്റെ ശേഷക്കാരന്റെ വില അറിയാം അല്ലേ? പഠിച്ചവനെ മരിച്ചുപോയ ഞങ്ങൾ ഉമ്മാക്ക് നീ പൊരുത്തപ്പെട്ട് കൊടുക്കണേ അല്ലാഹ്. അവരെ ഖബറൊക്കെ നീ സന്തോഷാക്കണേ റഹ്മാനെ. അവർക്ക് ഖബറുകൾക്ക് നീ കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകണേ അല്ലാഹ്. നമ്മളെ ബാപ്പാരി നമ്മൾ മറന്നു നോക്കരുത്. എത്ര കഷ്ടപ്പെട്ട വളർത്തിയത്. ഇന്നല്ലോ ആയി തിന്നാനായി കുടിച്ചാനായില്ലേ. എന്റെ ബാപ്പ എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ കച്ചവടത്തെ കുറിച്ച് എന്നോട് ദിവസം പറഞ്ഞു. അത് പറയാനേ കാരണമുണ്ട്. പെരയില് ഞങ്ങള് ഒരു പരിപാടി ഭക്ഷണം കുറെ വേസ്റ്റ് ആയി. അങ്ങനെ പെരക്കാരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ കുറെ വേസ്റ്റ് കണ്ടപ്പോ ബാപ്പ കണ്ണ് നിറച്ചങ്ങോട്ട് പറഞ്ഞ വർത്താനുണ്ട്. ആളെ പേര് പറഞ്ഞിലേക്ക് പറയും. അയാള് ഇവിടെ കീശേരങ്ങാടി ഓട്ടാട വിൽക്കണേ കാലുണ്ടായി. അങ്ങനെ മൂപ്പര് ഓട്ടാടുണ്ടാക്കൽ അങ്ങനെ സുബൈന്റെ മുമ്പ് എണീക്കും. കാരണം നീക്കാൻ കാരണമുണ്ട്. അതിന്റെ ശേഷം എണീറ്റ കുട്ടികൾ കാണും. കുട്ടികൾ കണ്ടാൽ ഇത് വിൽക്കാൻ കഴിയൂല. അങ്ങനെ കുട്ടികൾ കാണാതിരിക്കാൻ വേണ്ടി കുട്ടികൾ നീച്ചതിന് മുമ്പ് ഓട്ടാടുണ്ടാക്കിയിട്ട് കീസിൽ പൊതിഞ്ഞിട്ട് സുബൈന്റെ തൊട്ടുടഞ്ഞ ഇവിടെ നടന്നു വരും. കാരണം കുട്ടികൾ എന്താ വാങ്ങും. കുട്ടികൾക്ക് എല്ലാവർക്കും കൂടി തിന്നാൻ ഒരോട്ടാടുമ്പോ 6 കഷ്ണം അത്ര മതി. അല്ലാതെ കൊടുക്കാനില്ലാത്തൊരു കാലം അത്ര കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഉമ്മയും ബാപ്പയും വളർത്തിയത്. അതൊക്കെ ആസ്വദിക്കുന്നതിന് മുമ്പേ ഐറ്റുങ്ങൾ വെള്ളത്തോടത്ത് വള്ളിപ്പറമ്പിൽ പോയി കിടക്കുകയാണ്, അല്ലെങ്കിൽ കുയ്മണ്ണേര്, അല്ലെങ്കിൽ ചക്കം. നമുക്ക് നല്ല സൗകര്യമായി.
നമുക്ക് അവർക്ക് കൊടുക്കാനുള്ളത് ദുആ മാത്രമാണ്. അല്ലാഹു അവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ പഠിച്ചോനെ, മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്. പകരം ഞങ്ങൾക്ക് ഒന്നും കൊടുക്കാൻ കഴിയൂല. ഇങ്ങനത്തെ സംഗമങ്ങൾ സംഗമിക്കുമ്പോൾ മദ്രസക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അമ്മാക്കും വേണ്ടി ബാപ്പാക്കും വേണ്ടി പഠിച്ചോനെ ഇന്ന ഈ നിലയൊക്കെ എത്തിച്ച എൻ്റെ അമ്മയും ബാപ്പയും എത്ര കഷ്ടപ്പെട്ട അറബൈറ്റുകളൊക്കെ വളർത്തിയത്. ഓലോട് ധിക്കാരായിട്ട് പറഞ്ഞിട്ടുണ്ട് പലതും. പഠിച്ചോനെ അതൊക്കെ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് കാരുണ്യക്കടല അറബൈച്ച് പൊരുത്തപ്പെട്ട് കൊടുക്കണേ അല്ലാഹ്. ബാപ്പാക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കണേ അല്ലാഹ് എന്ന് കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് ഈ പരിപാടി ഞാൻ ആദ്യമായി ചോദിക്കാം. ഒരു സ്ക്വയർ ഫീറ്റിന് 300, ഒരു 313 സ്ക്വയർ ഫീറ്റ് കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? 313 സ്ക്വയർ ഫീറ്റ് അത് നമ്മളെ മദ്രസന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുള്ളൂ. ഒന്ന് മനസ്സുകൊണ്ടൊന്ന് പറയും ഇൻഷാ അല്ലാഹ്. ഒരാളെ കിട്ടിയാൽ മതി, ബാക്കി കാലം അല്ലാഹ് പടച്ചോൻ കഴിച്ചിലാക്കി തരും. ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു 313 സ്ക്വയർ ഫീറ്റ് ഒന്നിന് 300 റുപ്യ ഉള്ളൂ. ഇനി ഒരാൾക്ക് കച്ചില്ലെങ്കിൽ 2-3 ആൾക്കാർ കൂടിയിട്ടെങ്കിലും ഉസ്താദ് ഞങ്ങൾ 3 ആളും ഒരു 313 സ്ക്വയർ ഫീറ്റ് തരാം എന്ന് പറയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? അത് ഈ സദസ്സിന്റെ വിജയമായിരിക്കും. മഹാന്മാരായ ബദരീങ്ങളെ അദദാണ്, ബദരീങ്ങളെ ഹഫളത്തുണ്ടാകും. കാരണം ഈ മദ്രസ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൽമിന്റെ മലർവാടിയാണ്. അല്ലാഹു തആല ഒരിക്കലും തന്നെ ഖായിബാക്കൂല. ആർക്കെങ്കിലും ഒരു 313 സ്ക്വയർ ഫീറ്റ് ഏൽക്കാൻ സാധിക്കും? ആർക്കും കഴിയോ? ആർക്കും ഫസ്റ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞാല് ഇതിങ്ങനെ ലാസ്റ്റിക്ക് എത്തിയില്ലെങ്കിൽ തുടങ്ങിയവന്റെ മേത്തേക്ക് എടുക്കുമെന്ന് തോന്നലുണ്ടായിരിക്കും. അങ്ങനെ തോന്നുന്നുണ്ടാ? ഇത് ലാസ്റ്റിക്ക് എത്തിക്കാനുള്ള നിബന്ധന ഇവിടെ ആർക്കും ഇല്ല. ആർക്കെങ്കിലും കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഇൻഷാ അല്ലാഹ് വലിയൊരു സന്തോഷമായിരുന്നു. ഒരു 313 ആ അദദിന്റെ ബർക്കത്തെങ്കിലും മനസ്സിൽ കണ്ടിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കാം എന്ന തീരുമാനത്തിലേക്ക് ആർക്കെങ്കിലും എത്താൻ കഴിയും. ഒരു അല്ലഫെല്ലാം ചൊല്ലിയാണ് لا إله إلا الله محمد رسول الله أحمد الله مصليا مسلما على أحمد والآل والأصحاب من للآل لا إله إلا الله إلا الله لا إله إلا الله محمد رسول الله بالغ المداح في أوصافه فما بلغ بالغ معشار ما أوتي بما في البال بال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله കരുണക്കടലായ റബ്ബേ, നിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന, നിന്റെ പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട മാതാവായ, ഞങ്ങളുടെ ഉമ്മയായ, ഞങ്ങളുടെ ജീവിതം തന്നെ ഈ രീതിയിലാകാൻ കാരണം റബ്ബേ മദ്രസയാണല്ലോ. അല്ലാഹുവേ, അതിലേക്ക് കൊടുക്കുന്നവരെ നീ ഖായിബാക്കരുതേ അല്ലാഹ്. അടുത്തൊരു സംഗമങ്ങൾ ഞങ്ങൾ സംഗമിക്കുമ്പോൾ അല്ലാഹുവേ, ആ പരിപാടി പൂർണ്ണമായ രീതിയിൽ നീ പൂർത്തീകരിച്ചു തരണേ അല്ലാഹ്. ബദരീങ്ങളെ അദദ് 313 എന്ന പേര് വെച്ച് ചോദിച്ചത് ആരാണ് റബ്ബേ ഏറ്റെടുക്കുന്നവര്? അവർക്ക് നീ ബദരീങ്ങളെ ഹഫളത്ത് നൽകണേ അല്ലാഹ്. ആ ബദരീങ്ങളെ സംരക്ഷണം അവർക്ക് നീ നൽകണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിൽ നിന്ന്, ബന്ധുക്കാരിൽ നിന്ന്, അവരുമായി ബന്ധപ്പെട്ടവരെല്ലാം ആരൊക്കെയാണോ മരണപ്പെട്ടു പോയത് അവരിലേക്ക് ഇതിന്റെ സവാബ് നീ എത്തിച്ചു നൽകി ഖബറാകുന്ന ലോകം നീ സന്തോഷത്തിലാക്കണം
നൽകണേ അല്ലാ. അല്ലാഹുവേ ദുനിയാവിൽ നിന്ന് വിട്ടുപിരിയുമ്പോ ഇബ്ലീസുൽ ലഈൻ ശപിക്കപ്പെട്ട ഇബ്ലീസ് പിഴപ്പിക്കാൻ വേണ്ടി വരുന്ന ഘട്ടത്തില് ആ ബദരീങ്ങളെ ഹഫ്ളത്ത് നൽകി നീ അവർക്ക് മരണം നൽകണേ അല്ലാ. ദാഹമൗതദ് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാഹമൗതദ് കൂട്ടിടും ഇബ്ലീസ്. കൂസ് എന്ന് പറഞ്ഞാൽ പാനപാത്രമാണ്. കൂസ് വെള്ളപാത്രത്തിനെ കാട്ടിടുമ്പോൾ റബ്ബേ ബദരീങ്ങളെ ഹഫ്ളത്തിലായി മരിക്കാൻ ഇബ്ലീസിനെ ആട്ടിയോടിക്കാൻ ഈ സദഖ ഒരു സബബാക്കണേ അല്ലാ. ആരെങ്കിലും ഉണ്ടോ? ഇത് ഒരാളെ ഇൻഷാ അല്ലാഹ് ഏറ്റെടുക്കന്നെ വേണം. അത് നിങ്ങൾ ആരെങ്കിലും ഒരാളെ ഏറ്റെടുക്കണമെങ്കിൽ 2-3 ആൾക്കാർ ഏറ്റെടുക്കണം. ഇനി പറയാൻ പോകുന്നത് അവർക്ക് ബാധകമല്ലാത്തൊരു കാര്യമാണ്. ഒരു 100 സ്ക്വയർ ഫീറ്റ് ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. 100 സ്ക്വയർ ഫീറ്റ് ആരെങ്കിലും കഴിയുമോ? 100 സ്ക്വയർ ഫീറ്റിന് ഏകദേശം ഒരു 10-30,000 റുപ്യ. 10-30,000 പറഞ്ഞ ഇന്നാണ്ട് ഏറ്റെടുത്ത് സുബിയാമത്തിനാണോ? ഇന്നാണ്ട് ഏറ്റെടുത്ത് സുബിയാമത്തിനാണോ? ആണല്ലോ. എന്നൊക്കെ ഘട്ടം ഘട്ടമായിട്ട് പണി നടക്കുമ്പോൾ കൊടുത്താലും മതി. ഒരു 100 സ്ക്വയർ ഫീറ്റ് ഞാൻ എത്ര ഏൽക്കണ്ടേ? 100 ഏൽക്കണം. ഒരു 100 സ്ക്വയർ ഫീറ്റ് ആർക്ക് ഏൽക്കാൻ കഴിയാം? 100 സ്ക്വയർ ഫീറ്റ് പറയുന്നു ഫാത്തിമ ഭക്ഷണം കൊണ്ടുവരാൻ ഒരു നയാ പൈസ പോലും കയ്യിലില്ലല്ലോ. ആ സമയത്ത് ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ അലിയാർ തങ്ങൾക്കതാ ഒരു അരക്കച്ച് കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ ബി റളിയല്ലാഹു അൻഹയുടെ കല്യാണ സമയത്ത് കൊടുത്ത അരക്കച്ചയാ. സുബ്ഹാനല്ലാഹ്. അലിയാർ തങ്ങളെ ഇത് ഏകദേശം ഒരു 6 ദിർഹം കിട്ടും. അങ്ങാടിയിൽ പോയത് വിറ്റാൽ 6 ദിർഹം കിട്ടും. ആ കിട്ടുന്ന 6 ദിർഹമിന് എന്തെങ്കിലും ഭക്ഷിക്കാൻ നിങ്ങൾ വാങ്ങിക്കൊണ്ടുവാ. സുബ്ഹാനല്ലാഹ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങള് അങ്ങാടിയിൽ പോയിട്ടതാ ആ അരക്കച്ച് വിറ്റു. അതുപോലെ തന്നെ 6 ദിർഹം അതാ ലഭിക്കുകയാണ്. ഇതുമായി അങ്ങാടിയിൽ പോയി ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഒരു സാധുവായ മനുഷ്യൻ വന്ന് കൈനീട്ടി, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് കാലമായി, എന്തെങ്കിലും തരുമോ? ആ സമയത്ത് 6 ദിർഹം ആ പാവപ്പെട്ടവന് നൽകി. കിട്ടിയതാകെ 6 ദിർഹം, കിട്ടിയത് അങ്ങനെ കൊടുത്തും ചെയ്തു. പിന്നെ ആലോചിച്ച പടച്ചോനെ, പെരേ പട്ടിണിയാണല്ലോ, പെരേ പട്ടിണിയാണ്, കിട്ടിയത് അങ്ങനെ കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളതാ അങ്ങാടിയുടെ നടന്നു പോകുമ്പോ ഒരു അറബിയായ മനുഷ്യനതാ അവിടേക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഒട്ടകവുമുണ്ട്. അതിന്റെ കടിഞ്ഞാൻ പിടിച്ചിട്ടാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം ചോദിക്കുന്നു, യാ അലി, അലി എന്നവരെ, ഈ ഒട്ടകത്തെ നിങ്ങൾ വാങ്ങുന്നുണ്ടോ അലി തങ്ങളെ? എത്ര രൂപ നിങ്ങൾക്ക് വേണ്ടിയത്? 100 ദിർഹം. അല്ലാഹ്, കുടുങ്ങി നടക്കുക മനുഷ്യന്. ഉള്ള പൈസയും പോയി, ഇനി ഒന്നുമില്ലാതെ മേപ്പിട്ട് നടക്കുമ്പോ 100 ദിർഹം ഇപ്പൊ ഞാൻ തരണ്ടേ? ഞാൻ 100 ദിർഹം തരാൻ കരുതി, ഈ അടുത്ത കാലത്ത് നമുക്ക് തരാൻ കഴിയൂല, അതിന് തയ്യാറാണെങ്കിൽ ഞാൻ വാങ്ങാ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഉണ്ടാകുമ്പോ തന്നാ മതി.
മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല തങ്ങളതാ ഈ ഒട്ടകത്തെയും പിടിച്ചുകൊണ്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ നടന്നു പോകുമ്പോ മറ്റൊരു മനുഷ്യനതാ ആ വഴിയിലൂടെ നടന്നു വരുന്നു. അലിയാർ തങ്ങളെ അത്തബിഉ ഹാദാ, ഇത് വിൽക്കുന്നുണ്ടോ അലി തങ്ങളെ? അപ്പൊ തന്നെ നടക്കുന്നത്, ഇത് വിൽക്കുന്നുണ്ടോ അലി തങ്ങളെ? അതെ, ഞാൻ വിൽക്കുന്നുണ്ട്. എത്ര രൂപക്കാണ്? 160 ദിർഹമിന്. 100 രൂപയ്ക്ക് വാങ്ങി, ഇപ്പൊ കടയിൽ വാങ്ങിയ സാധനമാണ്. എത്രയാണ് വിൽക്കുന്നത്? 160-ന്. ആയിക്കോട്ടെ, കച്ചവടം ഉറപ്പിച്ചു. 160 രൂപ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് ആ മനുഷ്യൻ നൽകി. ഇത് ആരാ മനുഷ്യന് അലി തങ്ങൾക്ക് അറിയില്ല. ആദ്യത്തെ ആളെ അറിയില്ല, രണ്ടാമത്തെ ആളെ അറിയില്ല. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ നടന്നു പോകുമ്പോ ആദ്യത്തെ മനുഷ്യനെ അലി തങ്ങൾ കാണുകയാണ്. അല്ല, ഞാൻ നേരത്തെ ഒരു ഒട്ടകം തന്നില്ലല്ലോ, എന്തായത്? ഞാൻ 160 രൂപയ്ക്ക് വിറ്റു. അല്ല, നമ്മൾ തമ്മിൽ ഇടപാടില്ല 100 രൂപന്റെ, ഞാൻ തീർത്താലോ? ആയിക്കോട്ടെ, തീർക്ക. 100 രൂപ കൊടുത്തു. അലി തങ്ങൾ അടച്ചോ, നിങ്ങൾ ഈ ലോകത്തില്ല. എത്ര രൂപയുണ്ട് ഇപ്പൊ? എത്ര രൂപയുണ്ട്? 60 രൂപയുണ്ട്. അങ്ങാടിക്ക് പോയപ്പോ എത്ര ഉണ്ടായിന്? 6 രൂപ. ഇപ്പൊ കൈക്കിൽ എത്ര? 60. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഇതുകൊണ്ട് സാധനം വാങ്ങാതെ നേരെയതാ ഫാത്തിമ ബീവിയുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു. ഫാത്തിമ ബീവി ചോദിച്ചു, മിൻ ഐന ലക ഹാദാ, എവിടുന്നാ 60 രൂപ കിട്ടിയത്? അരക്കച്ച് വിറ്റ ഏറിപ്പോയാൽ 6 രൂപ കിട്ടുള്ളൂ. ആ സമയത്ത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞ മറുപടി ഉണ്ടല്ലോ, താജറതു മഅല്ലാഹി ബിസിത്തത്തി ദറാഹിമ ഫഅതാനി 60 ദിർഹമ. ഞാൻ അല്ലാഹുവിന് 6 കൊടുത്തപ്പോൾ എനിക്ക് അല്ലാഹു 60 തന്നതാണ് ഫാത്തിമ. ഇതിൽ രഹസ്യമുണ്ട് ഫാത്തിമ. നമുക്കൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് പോവുകയല്ലേ ഫാത്തിമ? അങ്ങനെ രണ്ടുപേരും റസൂലുള്ളാഹിനെ ചാരി വന്നു. യാ റസൂലല്ലാഹ്, ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് നബിയെ, എന്താണ് അതിന്റെ പൊരുള്? ആ സമയത്ത് നബി തങ്ങൾ പറയുന്നു, അലിയാ തങ്ങളെ, നിങ്ങൾക്ക് 100 രൂപക്ക് ആ ഒട്ടകത്തെ വിറ്റ മനുഷ്യനുണ്ടല്ലോ, സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീലാണ് അലി തങ്ങളെ. ആ 160-ന് വാങ്ങിയ മനുഷ്യനുണ്ടല്ലോ, സയ്യിദുനാ മീകാഈൽ അലൈഹിസ്സലാം. 6 രൂപ മാത്രം കയ്യിലുണ്ടായ ഘട്ടം, ഉറപ്പില്ല. അതികഠിനമായ ദാരിദ്ര്യമുണ്ടായപ്പോൾ 6 നിങ്ങൾ കൊടുത്തില്ലേ? അതിന് അല്ലാഹു തആല മാലാഖമാരെ ഇറക്കി നിങ്ങളെ സഹായിച്ചതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ വർത്താനം പറഞ്ഞു, യാ അലി ലക സൗജത്തുൻ ഹിയ സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്നത്തി. അലി തങ്ങളെ, നിങ്ങൾക്കൊരു ഭാര്യയില്ലേ? ആ ഭാര്യ എന്ന് പറഞ്ഞാൽ അവർ സ്വർഗത്തിലെ സ്ത്രീകളെ നേതാവാണെന്ന് മഹാനായ ഹബീബുനാ മുഹമ്മദിനിൽ മുസ്തഫ. ആരാണത്? റസൂലുള്ളാഹിന്റെ പുതിയാപ്പിളയാണ് അലി തങ്ങൾ എന്ന് പറഞ്ഞാൽ നബി തങ്ങളെ പൊന്നുമോളായ ഫാത്തിമയാണ് അലി തങ്ങളുടെ ഭാര്യ. ഹിയ സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന വലക വലദാൻ ഹുമാ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന. നിങ്ങൾക്ക് 2 മക്കളില്ലേ? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. അവർ രണ്ടുപേരും സ്വർഗ്ഗത്തിലെ യുവാക്കളുടെ നേതാവാണെന്ന് ആദരവായ ഹബീബുനാ മുഹമ്മദിനിൽ മുസ്തഫ. വലക സിഹ്റു. അലി തങ്ങളെ, നിങ്ങൾക്കൊരു അമ്മോശാക്കയുണ്ടല്ലോ, ഹുവ സയ്യിദുൽ മുർസലീൻ. അവർ മുർസലീങ്ങളെ നേതാവാണ്, അഥവാ ഞാൻ തന്നെയാണെന്ന് മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി. പെണ്ണുങ്ങള് സ്വർഗത്തിലെ ഭാര്യ, സ്വർഗത്തിലെ പെണ്ണുങ്ങളെ നേതാവ്.
മക്കളോ സ്വർഗത്തിലെ യുവാക്കളെ നേതാവ്. അമ്മോശാക്കെ മുർസലികളെ നേതാവ്. പുതിയാപ്പിളെ ഞാൻ പറയണോ? ഞങ്ങളൊക്കെ സ്വർഗത്തിലും നിങ്ങള് സ്വർഗത്തിലല്ല എന്ന് പറഞ്ഞ അർത്ഥം അന്ന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ. ഞാനാണ് ഇൽമെന്ന പട്ടണം, അതിലേക്ക് കയറാനുള്ള വാതിൽ എന്റെ അലിയാണെന്ന് ആദരവായ ഹബീബുന മുഹമ്മദിനിൽ മുസ്തഫ മഹാനായ ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനല്ലദീ സമ്മത്നി ഉമ്മി ഹൈദറാ കലൈസി ഗാബാത്തിൽ കരീഹിൽ മൻളറാ അനല്ലദീ സമ്മത്നി ഉമ്മി ഹൈദറാ കലൈസി ഗാബാത്തിൽ കരീഹിൽ മൻളറാ. എനിക്കിട്ട പേര് ഹൈദർ പുലിക്കുട്ടി എന്നാണ്. ഉൽവനത്തിലെ സിംഹരാജാവുണ്ടല്ലോ, ആ സിംഹരാജാവാണ് ഞാനെന്ന് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കൊടുത്തപ്പോൾ 60 പടച്ചോൻ കൊടുത്തത്. പടച്ചോനെ ഈ കൊടുത്തവരെ നീ ഖൈബാക്കല്ലേ അല്ലാഹ്. അലിയാർ തങ്ങളെ കൂടെ നീ സ്വർഗം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഇവിടുത്തെ യുവാക്കളായ ചെറുപ്പക്കാർ ഏറ്റെടുക്കുന്നുവെങ്കിൽ യുവാക്കളെ നേതാവായ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്നത്തി ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരെ കൂടെ സ്വർഗ്ഗത്തിൽ അവർക്ക് നീ സ്ഥാനം നൽകണേ അല്ലാഹ്. ഒരു 100 സ്ക്വയർ ഫീറ്റും കൂടി ആക്കി കൊടുക്കാൻ കഴിയാം. 100 സ്ക്വയർ ഫീറ്റ് ഒരാളും കൂടി 100 സ്ക്വയർ ഫീറ്റ് ആർക്കെങ്കിലും കൊടുക്കാൻ കഴിയും? 100 50 കൊടുക്കാൻ 50 അല്ലാഹുവേ ഞങ്ങളെ തേട്ടങ്ങൾക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഇതുവരെ പറഞ്ഞതിന്റെയും ചെയ്തതിന്റെയും ചൊല്ലിയതിന്റെയും കേട്ടതിന്റെയും സവാബ് മദീന മുനവ്വറയിൽ മറവിട്ട് കിടക്കുന്ന മനുഷ്യത്വത്തിന്റെ മഹാപ്രപഞ്ചമായ അഷ്റഫുൽ വറാ നബി മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവിടെ ചാരാന്തി ഉറങ്ങുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു തങ്ങള്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങള്, അതുപോലെ മറ്റു ഖുലഫാഉ റാഷിദീങ്ങളിൽ പ്രമുഖനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങള്, നബി തങ്ങളെ പൊന്നുമോളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, മദീനയിലും മക്കയിലുമായി മറവട്ട് കിടക്കുന്ന 10,000 സ്വഹാബത്ത്, ലോകത്തിന്റെ മുക്കുമൂലകളിൽ നന്ദി ഉറങ്ങുന്ന ലക്ഷക്കണക്കിന് 10,000 സ്വഹാബത്ത്, അല്ലാഹുവേ അവരിലേക്ക് ഇതിന്റെ സവാബ് നീ എത്തിക്കണേ അല്ലാഹ്. പരിശുദ്ധമായ റബീഉൽ ആഖിർ മാസം ലോകത്തോടെ വിട പറഞ്ഞു പോയ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ മഹാനായ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ, അത്തിപ്പറ്റ ഉസ്താദ്, കാളാവ് ഉസ്താദ്, മരക്കാർ ഫൈസ് തുടങ്ങിയിട്ട് ഉസ്മാൻ സാഹിബിനെ പോലെ, പ്രത്യേകിച്ച് മഹാനായ ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളെ പോലെ ഞങ്ങൾ അറിഞ്ഞവരും അറിയാത്തവരുമായ ഒരുപാട് ആരിഫീങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോയി. റബ്ബനാ അവരെ ഖബറുകളിലേക്ക് ഇതിന്റെ സവാബിനെ നീ എത്തിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഞങ്ങളെ പ്രിയപ്പെട്ട നൊന്ത് പ്രസവിച്ച ഉമ്മമാര് പലരുടെയും മാറടി മണ്ണിലാണ് അല്ലാഹ്. വളർത്തി വലുതാക്കി ഞങ്ങളെ പ്രിയപ്പെട്ട ഉപ്പയെന്ന് പലരുടെയും മാറടി മണ്ണിലാണ് അല്ലാഹ്. ഞങ്ങളെ വളർച്ച ആഗ്രഹിച്ച പ്രിയപ്പെട്ട വല്യുപ്പയും വല്യുമ്മയും മാറടി മണ്ണിലാ. പടച്ചോനെ ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്ന് വളർത്തി വലുതാക്കിയ മക്കളിൽ പലരും മാറടി മണ്ണിലാണ്. റബ്ബനാ
ഞങ്ങളെ കൂടെ പിറപ്പീങ്ങളായ ഞങ്ങളെ സഹോദരന്മാര് സഹോദരിമാര് ഞങ്ങൾ ഒരുപാട് കാലം ഞങ്ങളെ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച പലരുമെന്ന് അല്ലാഹുവേ ആരുടെ മണ്ണിലാണല്ലോ റബ്ബേ അല്ലാഹുവേ അവരെ ഹദ്റത്തിലേക്ക് നിന്റെ സവാബിനെ എത്തിക്കണേ അല്ലാഹ്. ഈ റബീഉൽ ആഖിർ 11-ന്റെ അന്ന് വിട പറഞ്ഞു പോയ എനിക്ക് ഖിറാഅത്ത് പഠിപ്പിച്ചു തന്ന എല്ലാ തെറ്റുകളും മനസ്സിലാക്കി തന്ന് പഠിപ്പിച്ചു തന്ന എന്റെ അഭിവന്ദനായ ഉസ്താദ് മഹാനായ അബ്ദുസ്സലാം ദാരിമി ഉസ്താദ് എടവണ്ണപ്പാറ കൊളമ്പലം നവ്വറല്ലാഹു മർഖദ ഉസ്താദ് വഫാത്തായത് റബീഉൽ ആഖിർ 11-നാണ്. ഉസ്താദ് വഫാത്തായിട്ട് ഇന്നേക്ക് 4 വർഷം തികഞ്ഞുവല്ലോ റബ്ബേ. ഉസ്താദിന്റെ ഹദ്റത്തിലേക്ക് നിന്റെ സവാബിനെ എത്തിക്കണേ അല്ലാഹ്. എനിക്ക് ഇൽമ പഠിപ്പിച്ച അഭിവന്ദനായ ഉസ്താദ് ശൈഖുനാ സിയ മുഹമ്മദ് മുസ്ലിയാർ മുതവല്ലൂർ നവ്വറല്ലാഹു മർഖദ അവിടുത്തെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹു അതുപോലെ മദ്രസ ഉണ്ടാക്കിയ ചരിത്രം എന്റെ പ്രിയപ്പെട്ട സലാഹുയുടെ നേരത്തെ വായിക്കുകയുണ്ടായി. ഒരുപാട് ഗുരുനാഥന്മാര് അലിഫ് പഠിപ്പിച്ച ഉസ്താദ് മുതല് ഞങ്ങൾക്ക് ഇൽമിന്റെ പാഠങ്ങൾ പഠിപ്പിച്ച ഗുരുനാഥന്മാര് പലരും ഇന്നാരുടെ മണ്ണിലാണ് റബ്ബേ. ഖബറിലേക്ക് അതിന്റെ സവാബ് എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ മഹല്ലായ വെളുത്താടത്ത് മഹല്ല ഖബർസ്ഥാനിൽ പാവങ്ങളായ മുൻഗാമികൾ കിടക്കുന്നുവല്ലോ റബ്ബേ. ഈ ചക്കംകുളത്ത് കിടക്കുന്നുണ്ടല്ലോ റബ്ബേ. ഈ നീറ്റിക്കലിൽ കിടക്കുന്നുവല്ലോ റബ്ബേ. കുഴിമണ്ണയിൽ കിടക്കുന്നുവല്ലോ റബ്ബേ. ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉമ്മയുടെ വീട്ടിലെ അമ്മാവന്മാർ ഞങ്ങളെ വല്യുമ്മമാര് വല്യുപ്പമാര് റഹ്മാനായ റബ്ബേ ഞങ്ങളെ വീട്ടിലേക്ക് കെട്ടിച്ചു കൊണ്ടുവന്ന് ഞങ്ങളെ മക്കളുടെ മക്കളുടെ ഭാര്യമാര് അവരുടെ ഉമ്മമാര് അവരുടെ ഉപ്പമാര് അവരെ ബന്ധുക്കാര് റബ്ബേ ദുആ കൊണ്ട് കടമപ്പെട്ട പലരും ഇന്നാരുടെ മണ്ണിലാണ്. പ്രത്യേകിച്ച് ഇതിന്റെ വാക്കിഫ് റബ്ബേ പ്രിയപ്പെട്ട ഫൈസലിനെ പോലോത്തവരുണ്ട് റബ്ബേ. ഒരിക്കലും തന്നെ ഇങ്ങനത്തെ സന്തോഷ മുഹൂർത്തങ്ങളിൽ മറക്കാൻ കഴിയാത്ത നാമങ്ങള് മുഖങ്ങള് വദനങ്ങള് റഹ്മാനായ റബ്ബേ ഒരാളെ ഖബറുനി അദാബിന്റെ ഖബറാക്കല്ലേ അല്ലാഹ്. ഒരു നാൾ ഞങ്ങളും മരിക്കുമല്ലോ റബ്ബേ. ആ സമയത്ത് ഞങ്ങളെ പേരെടുത്തുകൊണ്ട് ദുആ ചെയ്യുന്ന നല്ലൊരു തലമുറയെ നാട്ടിൽ നീ വാർത്തെടുക്കണേ റബ്ബേ. ഈ മദ്രസക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികള് നിങ്ങൾ ഒരു വിഷയത്തിലും വിഷമിക്കേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല. കാരണം എന്തെന്നറിയോ, നമ്മളെ കൂടെ നടന്ന ഫൈസലിന്റെ പേര് പറഞ്ഞ് ദുആ ചെയ്ത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ഇതിന്റെ സെക്രട്ടറി ആയതുകൊണ്ടാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന തലമുറ ഇവിടെ ഉണ്ടാകും. നിങ്ങൾ ഇഖ്ലാസോടുകൂടി ഖിദ്മത്ത് ചെയ്യുക അല്ലാഹുവേ. ആ രൂപത്തിൽ ഞങ്ങളെ പരമ്പരയെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഈ വന്യ വയോധികരായ ഉസ്താദുമാര് പ്രായത്തിന്റെ അവശതകൾ മറന്ന് വയനാട്ടിൽ നിന്ന് വരെ വന്ന ഉസ്താദുമാര് ഈ നാട്ടുകാരോടുള്ള മഹബത്ത് കൊണ്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച എന്റെ പൊന്നു മക്കളെ വദനം ഒന്ന് കാണാൻ അല്ലാഹുവേ. തുച്ഛമായ വേതനം പറ്റിക്കൊണ്ട് സേവനം ചെയ്യുന്നവര് വളരെ തുച്ഛം. ഒരു ഹോസ്പിറ്റലിലേക്ക് പോയാൽ ആ മാസത്തെ സാലറി മുഴുവനും തീർന്നു. ഒരു അങ്ങാടിയിൽ പോയി മീനും മാംസവും അതുപോലെ പച്ചക്കറിയും സാധനം വാങ്ങിയാൽ ശമ്പളത്തിലെ പകുതി തീർന്നു. തുച്ഛം ശമ്പളത്തിന് വേണ്ടി റബ്ബേ എന്റെ വജ് മാത്രം ഉദ്ദേശിച്ച് ഖിദ്മത്ത് ചെയ്യുന്ന ഞങ്ങളാക്കിയ എന്റെ മുമ്പിൽ നിൽക്കാൻ എല്ലാം കൊണ്ട് അർഹരായ വഅദിന് വേണ്ടി മാത്രം മുമ്പിലേക്ക് ഇരുന്നു പോയതാണ് പടച്ചോനെ. ആ ഉസ്താദുമാരെ ഇൽമിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. അവരെ അദബ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അവരെ ഖദമിന്റെ തഹ്തിരിന്റെ ഒരു ഭാഗമാകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇവിടെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ജാഫർ ഉസ്താദിനെ പോലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കള് ഇവിടുത്തെ നിലവിലെ ഉലമാക്കള് റബ്ബനാ അവർക്ക് നീ ഉഖ്റവിയായ ഉലമാഇന്റെ കൂട്ടത്തിൽ സ്ഥാനം നൽകണേ അല്ലാഹ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ മക്കളുണ്ടല്ലോ റബ്ബേ, നിന്റെ ദീനിനും നാടിനും സമുദായത്തിനുമെല്ലാം ഉപകരിക്കുന്ന സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അവസാനമായി ചോദിക്കട്ടെ റബ്ബേ, ഒരു നിസ്കാരം പോലും ഖളാ ആകാതെ, ഒരൊറ്റ നിസ്കാരം പോലും ഖളാ ആകാതെ, ഒരാളെ ബുദ്ധിമുട്ടാക്കാതെ
അവസാന ശ്വാസം വരെ നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളായി ജീവിച്ച് അല്ലാഹുവേ ഞങ്ങളെ മലവും മൂത്രവും മറ്റൊരാൾ കൊണ്ടുപോയിടുന്ന ഗതികേടില്ലാതെ ജീവിച്ചിട്ട് ഈ ദുനിയാവിൽ നിന്ന് വിട പറയണം റബ്ബേ. രാജകീയമായ യാത്രയാക്കി ഞങ്ങളെ യാത്രയെ നീ മാറ്റണേ റബ്ബേ. അവസാന കലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാക്കി തരണ റബ്ബേ. ഈ നാട്ടിൽ ഒരുപാട് മുതഅല്ലിമീങ്ങളുണ്ട് റബ്ബേ. എന്റെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുണ്ട്, ഇതര ദർസുകളിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട് റബ്ബേ. അവരൊക്കെ നീ കബൂലാക്കണേ അല്ലാഹ്. നല്ല നല്ല ചെറുപ്പക്കാരുള്ള ദീനിന്റെ ഖാദിമീങ്ങളായ ചെറുപ്പക്കാരുകളുമുള്ള നാടാണ് റബ്ബേ. അത് നീ നിലനിർത്തി തരണമേ അല്ലാഹ്. സ്വതക്ക ചെയ്ത കരങ്ങളെ നീ ഖായിബാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ കരളിന്റെ കഷ്ണമായ മഅശൂഖുനാ വമഹബൂബുനാ വഖുറത്തു അഅയുനിനാ വസമറത്തു ഫുആദിനാ മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിറങ്ങുന്ന പരിശുദ്ധമായ മദീനയിലേക്ക് പോയി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാമും സ്വലാത്തും പറയാ തൗഫീഖ് നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ മതാഫിലേക്ക് പോയി തവാഫ് ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹജ്ജും ഉംറയും ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഗവൺമെന്റിൽ ഹജ്ജിന് വേണ്ടി കിട്ടിയവരുണ്ട്, പ്രൈവറ്റിൽ പോകാൻ വേണ്ടി കരുതുന്നവരുണ്ട്. എല്ലാവർക്കും തോക്കത്തോടു കൂടി എല്ലാ കർമ്മവും നല്ല രൂപത്തിൽ ചെയ്തു തീർക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്കും ബാപ്പാക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ റബ്ബേ. അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഈ വെളുത്തടുത്ത് മഹല്ലിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എത്രയെത്ര സഹോദരന്മാരാണ് സഹോദരിമാരാണ് ബന്ധപ്പെട്ടത്, ദുആ ചെയ്യണേന്ന് ഏൽപ്പിച്ചവരുണ്ട് റബ്ബേ. അവർക്കെല്ലാവർക്കും ഈ ദുആയിൽ നീ സ്ഥാനം നൽകണേ അല്ലാഹ്. എന്റെ 9ാമത്തെ വയസ്സിൽ തുടങ്ങിയ വഅലാണ് റബ്ബേ. ഇന്ന് എനിക്ക് 26 വയസ്സായി. 17 വർഷത്തിനിടയിൽ നിരവധി സ്ഥലങ്ങളിലേക്ക് പോകുമ്പോ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞേൽപ്പിച്ച ഒരുപാട് ഉമ്മമാര് ഉപ്പമാര്, ചെറിയവര് വലിയവര് മുതിർന്നവര് കൗമാരക്കാര് വൃദ്ധന്മാര്, അല്ലാഹുവേ ആലിമീങ്ങള് മുതഅല്ലിമീങ്ങള്, പടച്ചോനെ എല്ലാവർക്കും ഈ ദുആയിൽ നീ സ്ഥാനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അവരെ കൂട്ടത്തിൽ മരണപ്പെട്ടവരെ ഖബറിനെ വിശാലമാക്കണേ അല്ലാഹ്. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസിദ് റബ്ബി കറാമതഹു വഫീ ഖൽബി മഹബ്ബതഹു വആതി ലനാ ശഫാഅതഹു ഷഹീദ് അലി വലിയില്ലാഹ്. സ്വലാത്തുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. വസിദ് റബ്ബി കറാമതഹു വഫീ ഖൽബി മഹബ്ബതഹു വആതി ലനാ ശഫാഅതഹു ഷഹീദ് അലി വലിയില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് حبيبالله. وزد ربي كرامته وفي قلبي محبته وآت لنا شفاعته شهيد علي ولي الله. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين
ഹബീബില്ല, പ്രത്യേകമായി എന്റെ പരിസര പ്രദേശത്തിൽ എന്റെ വാളിന്റെ സദസ്സുകളില് നല്ല രൂപത്തിൽ സൗണ്ട് സിസ്റ്റം ചെയ്തു തരാറുള്ള പ്രിയപ്പെട്ട SLS റാഫിയും അതുപോലെ റഊഫുമെല്ലാം അവരുടെ മേഖലകളിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹുവേ. ഹലാലിന്റെ മാർഗത്തിൽ ഒരുപാട് സമ്പാദിക്കാൻ അവർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. കുറച്ച് വാങ്ങിയാൽ മതി, റാഫിയോട് പറഞ്ഞാൽ. അസ്സലാമു അലൈക്കും.